ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. പറയുന്ന കാര്യം കേൾക്കുന്ന നിമിഷാറായിട്ട് കൈവീശി കാണിച്ച എല്ലാവരും മക്കളിന്ന് എനർജറ്റിക് ആയിട്ട് കൈവീശു. ഓക്കെ ഓക്കെ, നമ്മുടെ പ്രെയർ ടൈം ആയിട്ടുണ്ട്. ഒന്ന് എല്ലാവരും നിവർന്നിരിക്കുക കേട്ടോ, നട്ടെല്ലൊക്കെ നിവർന്നിരിക്കുക. പറയുന്ന കാര്യം കേൾക്കുന്നില്ല, എല്ലാവരും കൈവീശിക്കാൻ നോക്കട്ടെ. ഓക്കെ ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് ഇന്നലെ നമ്മൾ തേർഡ് ചാപ്റ്റർ, എക്കണോമിക്സിലെ തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു ആ ചാപ്റ്റർ? കൈവീശി കാണിച്ച് കഴിഞ്ഞെങ്കിൽ കൈവീശി കാണിച്ച്. എല്ലാവരും 8 മാർക്കിനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഉറപ്പായിട്ടും വരട്ടെ എക്സാമിന്. നാളത്തെ എക്സാമിന് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വിത്ത് ഡയഗ്രാം വരയ്ക്കാൻ വരും. അതേപോലെ TFC, TVC, TCയുടെ പ്രോബ്ലം അതെന്തായാലും വരും. നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ ഇക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ 2 ചാപ്റ്റർ എക്സാമിന് ഉണ്ട് ഇല്ലേ. കൈവീശി കാണിച്ചിട്ടുണ്ടല്ലോ. യെസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ അല്ലേ. ഒരുപാട് പഠിക്കാനുണ്ട്, അതിന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ആരാണ് മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഹൂ ഈസ് എ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? 1 മാർക്കിന്റെ ഒക്കെ വരാം. സാധനം കാണിച്ചിരിക്കും. മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ ആരാ? ആര് പറയും? വിളിച്ചേ. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ഏബൽ ജോജു പറഞ്ഞടാ. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? ഏബലെ അറിയോ? ആഡം സ്മിത്ത്. ഓർത്ത് വെച്ച് 1 മാർക്കിന് ചോദിക്കാം കേട്ടോ. അപ്പൊ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷന്റെ പേര്, ബുക്കിന്റെ പേര്, ഇയർ. അതുപോലെ അതിനുശേഷം വന്ന കുറെ എക്കണോമിസ്റ്റ് ഉണ്ട്. ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, പോൾ എ സാമുവൽസൺ. അപ്പൊ ഇവരുടെ ഡെഫിനിഷന്റെ പേര്, ബുക്കിന്റെ പേര്, ഇയർ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. എന്നാലും ആരെങ്കിലും ഇന്നലെ കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലോ 1 മാർക്കിനോ വരാം കേട്ടോ. എക്കണോമിസ്റ്റിന്റെ പേര്, അവരുടെ ഡെഫിനിഷൻ, അവരെഴുതിയ ബുക്ക്, അത് പബ്ലിഷ് ചെയ്ത ഇയർ കേട്ടോ. ഇത് മാച്ച് ദ ഫോളോയിങ്ങിലോ അല്ലെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരേബിളെ ക്ലിയർ ആയല്ലോ അല്ലെ. ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചെന്താ, ഒരു ഇക്കണോമിയിൽ അല്ലെ, ഒരു സമ്പദ്ഘടനയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരുപാട് എക്കണോമിക് പ്രോബ്ലം ഉണ്ട്, ഒരുപാട് സാമ്പത്തിക പ്രോബ്ലംസ് ഉണ്ട്. അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ് മക്കളെ. ഓർത്ത് വെക്കുക. ഒന്ന്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ് അല്ലെ. മനുഷ്യന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുന്നില്ല, അനന്തമാണ്. എനിക്കൊരു കാറ് വാങ്ങാൻ ആഗ്രഹമുണ്ട്. കാറ് വാങ്ങിക്കഴിയുമ്പോഴോ അടുത്ത ആഗ്രഹം വരും അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആഗ്രഹം എന്താ? നാളത്തെ എക്സാം നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതണം, ശരിയല്ലേ? ആണോ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. അപ്പൊ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്, മനുഷ്യന്റെ ആവശ്യം അനന്തമാണ്. പക്ഷെ അതിന് വേണ്ട റിസോഴ്സുകൾ ഇല്ല. അപ്പൊ നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതണം, പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അതേപോലെയാണ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മനുഷ്യന്റെ ആവശ്യം അനന്തമാണ്, പക്ഷെ അതിന് വേണ്ട വിഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല. മനസ്സിലായോ? നമ്മുടെ ഇക്കോണമിയുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക. ഒരു രാജ്യത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ ഒരു രാജ്യത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പാലം പണിയണം, റോഡ് പണിയണം, വീട് പണിയണം, പാവങ്ങൾക്ക് വീട് പണിയണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും വേണ്ട എന്തില്ല? റിസോഴ്സുകളില്ല. മനസ്സിലായില്ലേ? അപ്പൊ റിസോഴ്സുകളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യണം. അത് ഒരു റിസോഴ്സ് എടുത്താൽ ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനും കൂടി ഉപയോഗിക്കണം. അതാണ് മൂന്നാമത്തത്. റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഇനി എല്ലാ ആവശ്യങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളവയാണോ? അല്ല. ഓൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടന്റ് അല്ലേ. അതായത് എനിക്ക് കാറ് വാങ്ങാന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പക്ഷെ എനിക്ക് ഫുഡ് വാങ്ങാൻ പൈസ ഇല്ലെങ്കിലോ? അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, ശരിയല്ലേ? നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഓൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടന്റ്. എല്ലാ ആവശ്യങ്ങളും ഒരുപോലെ ഇമ്പോർട്ടന്റ് അല്ല. ഇത് 4 മക്കളെ കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം. എക്സാമിന് ചോദിച്ചാൽ കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം ചോദിച്ചാൽ ഈ 4 എണ്ണാണ്. ഏതൊക്കെയാ? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സസ് ഹാവ് and all wants are not equally important. ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? എനർജറ്റിക് ആയിട്ട് കൈവശിക്കേ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ആണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് എക്സാമിന് ഒരു 90% വരാൻ ചാൻസ് ഉണ്ട്. 90% കേട്ടോ, പഠിച്ചു വെച്ചോ. 90%, 99 ഞാൻ പറയുന്നില്ല, 90% വരാൻ ചാൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വന്നാൽ എങ്ങനെ എഴുതാന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ 3 വരയ്ക്കുക കേട്ടോ. അപ്പൊ എന്തായിരിക്കും ആൻസർ ഷീറ്റ് കാണുമ്പോൾ അല്ലെ? ഏതൊക്കെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി? ഒന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി അല്ലെ. അതുപോലെ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പൊ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലെ ഒരു ഹാഫ് പേജ് എടുക്കുക, പകുതി പേജിൽ ഇതുപോലെ വരച്ചു വെക്കുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്ത് രസമായിരിക്കും
കാണാൻ. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണോ? ഒന്ന് വീക്ഷിക്കാണ് ചെയ്യും. യെസ്. അപ്പൊ ഒരു ഇക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി. എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ മക്കളെ. തോന്നിയ പോലെ എഴുതരുത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ മാർക്ക് പോലും വിട്ടു കൊടുക്കാതെ ഫുള്ള് വാങ്ങാം. മനസ്സിലായോ? ഒറ്റ മാർക്ക് പോലും കിട്ടൂലെന്നല്ല, ഒറ്റ മാർക്ക് പോലും വിട്ടു കൊടുക്കാതെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം. അപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി ഹെഡിങ് കൊടുക്കുക. ആദ്യം ഇങ്ങനെ ചാർട്ട് വരയ്ക്കുക, 3 എണ്ണം എഴുതുക, എന്നിട്ട് ഓരോന്ന് ഹെഡിങ് തിരിക്കുക, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അടുത്ത ഹെഡിങ് തിരിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ എന്ത് രസമായിട്ട് പ്രസന്റ് ചെയ്ത് നോക്കി, ഫുൾ മാർക്ക് നമുക്ക് സെറ്റാണ്. അപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി. ഏത് കോമ്പിനേഷനിലുള്ള സാധനങ്ങളും സേവനങ്ങളുമാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്ര അളവിലാണെന്ന് നമ്മൾ തീരുമാനിക്കണം. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. ഒരു രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ വേണമല്ലേ, പക്ഷേ ഏതിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. അത് എത്ര അളവിലാണോ നമ്മൾ തീരുമാനിക്കണം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി ക്ലിയർ ആയോ? യെസ്. സെറ്റ്. ഹൗ ടു പ്രൊഡ്യൂസ്. മക്കളെ, ഹൗ ടു പ്രൊഡ്യൂസില് ഒരു കാര്യം ഓർത്തിരിക്കുക. ഹൗ ടു പ്രൊഡ്യൂസ് നമുക്ക് ഒരുപാട് എഴുതാറുണ്ട് അല്ലേ. നിങ്ങൾ പറയാം ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് there are 2 technologies for production അല്ലേ. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് 2 ടെക്നോളജികൾ ഉണ്ട്. നമുക്ക് മുമ്പിൽ 2 ടെക്നോളജികൾ ഉണ്ട്. ഏതൊക്കെയാ? ലേബർ ഇന്റൻസീവ് ടെക്നോളജിയും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. എന്താ ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, ലേബർ. അപ്പൊ മോർ ലേബറും ലെസ് ക്യാപിറ്റൽ, അങ്ങനെ പറയാം. ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുമ്പോഴോ മോർ ക്യാപിറ്റലും ലെസ് ലേബറും. ക്ലിയർ ആയോ? കൈവശി കാണിച്ചേ. യെസ്. അടുത്താണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം ആർക്കൊക്കെ വിതരണം ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മക്കളെ, ഇതിന് ഒരു 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. ചോയ്സ് ഓഫ് ടെക്നോളജി. ശ്രദ്ധിച്ചു വെച്ചോ. ചോയ്സ് ഓഫ് ടെക്നോളജി. ടെക്നോളജിയുടെ തെരഞ്ഞെടുക്കൽ ഏത് സെൻട്രൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടതാണ്? ഹൗ ടു പ്രൊഡ്യൂസ് കേട്ടോ. ചോയ്സ് ഓഫ് ടെക്നോളജി 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടെക്നോളജിയുടെ തെരഞ്ഞെടുക്കൽ. ടെക്നോളജി ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഏത് സെൻട്രൽ പ്രോബ്ലം ആണ്? ഹൗ ടു, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. വിതരണം എന്ന് കണ്ടാൽ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് കണ്ടാൽ ചാടി വീഴ. അതിന്റെ ആൻസർ എന്താ? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആണ് കേട്ടോ. ഓർത്ത് വെക്കുക. അപ്പൊ ടെക്നോളജിയുടെ തെരഞ്ഞെടുക്കല് ഹൗ ടു പ്രൊഡ്യൂസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഹൂം ടു പ്രൊഡ്യൂസ്. ക്ലിയർ ആണോ? കൈവശി കാണിച്ച 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. എന്താ അവിടെ ഇതിന്റെ ലിങ്ക് തന്നെ അയച്ചാൽ മതിടാ തേജസേ. നിങ്ങൾക്ക് തന്നിട്ടുള്ള ലിങ്ക് ഇല്ലേ, ക്ലാസിന്റെ ലിങ്ക്, അതന്നെ ഫ്രണ്ട്സിന് കൊടുത്ത് അവിടെ അഡ്മിറ്റ് ചെയ്യും കേട്ടോ മക്കളെ. നിങ്ങൾക്ക് തന്നിട്ടുള്ള ലിങ്ക് ഇല്ലേ, ആ ലിങ്ക് തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തോളൂ. അവരോട് കയറാൻ പറയാ, ക്ലാസ് കാണാൻ പറയാ. നാളത്തെ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ നിർബന്ധമായിട്ടും കയറാൻ പറയാം കേട്ടല്ല. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേ, അവരും കൂടി പഠിക്കട്ടെ മക്കളെ. നിങ്ങൾക്ക് സെൽഫിഷ് ആവല്ലേ. യെസ്. അപ്പൊ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി കിട്ടിയല്ലോ. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതിന്റെ എക്സ്പ്ലനേഷൻ സാറെ കാണിക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എക്സാമിന് എഴുതണം മക്കളെ ആൻസർ. നാളെ എന്നെ ഓർക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കേട്ടോ. എന്നെ ഓർത്തിരുന്ന കാര്യമില്ല, അത് എഴുതാൻ അറിയണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പ്രസന്റ് ചെയ്യണം കേട്ടല്ലോ. യെസ്. അപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി. ദി ഇക്കോണമി മസ്റ്റ് ഡിസൈഡ് what combination of goods and services are to be produced and in what quantity. ഒരു ഇക്കോണമി മസ്റ്റ് ആയിട്ടും തീരുമാനിക്കണം ഏത് അളവിലുള്ള സാധനങ്ങളും സേവനങ്ങളുമാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്ര അളവിലാണ്. അതാണ് ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ. ക്ലിയർ ആയോ? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ചേ. ചന്ദന ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എക്സാമിന് ഒന്ന് എഴുതൂലേ അവനിത്? അതിന് അമ്മയില്ലെന്ന്. ഓക്കെ. അപ്പൊ വാട്ട് ടു അവന്നല്ല. അപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി ക്ലിയർ ആയല്ലോ. അപ്പൊ ഇക്കോണമി മസ്റ്റ് ഡിസൈഡ്. ഇക്കോണമി മസ്റ്റ് ആയിട്ടും തീരുമാനിക്കണം ഏത് അളവിലുള്ള സാധനങ്ങളും സേവനങ്ങളുമാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര അളവിലാണ്. സെറ്റ് അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ്. പ്രണോഷേ ഇറക്കി വിടിഞ്ഞ. നീ ഫോണിൽ കളിക്കാനാണെങ്കിൽ ക്ലാസ്സിന് ഇറങ്ങി പോയിന്ന് ഫോണിൽ കളിക്കണം. പ്രണോഷ് ഞാൻ പൊക്കി ഞാൻ കേട്ടോ. സന ഡൗട്ട് ആണോ? ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് അങ്ങനെ പറയണം. പറയ്. വാട്ട് ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് അല്ല ഞാൻ പറഞ്ഞത്. വാട്ട് ടു പ്രൊഡ്യൂസ്. മക്കളെ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സന പറയുന്നുണ്ട്. അപ്പൊ സന പറയുമ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് പറയാം. അപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ സന? അപ്പൊ ഇക്കോണമി മസ്റ്റ് ഡിസൈഡ്. ഒരു ഇക്കോണമി, ഒരു രാജ്യം മസ്റ്റ് ആയിട്ടും ഡിസൈഡ് ചെയ്യണം, തീരുമാനിക്കണം
ഏത് കോമ്പിനേഷനിലുള്ള ഗുഡ്സും സർവീസുമാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത് എത്ര അളവിലാണ്. The economy must decide what combination of goods and services are to be produced and in what quantity. Clear? Set. How to produce. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം മക്കളെ. ഹൗ ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ചോയ്സ് ഓഫ് ടെക്നോളജി ആണ്. നമുക്ക് 2 ടെക്നോളജിയാണ് ഉപയോഗിക്കുക പ്രൊഡ്യൂസ് ചെയ്യാൻ. ലേബർ ഇന്റൻസീവ് ടെക്നോളജി. പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് തൊഴിലാളികളായിരുന്നു അല്ലെ. പണ്ട് മെഷീനറി ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് എല്ലാ പണികളും എടുത്തിരുന്ന ആരാണ്? ഈ പാവപ്പെട്ട ആളുകളായിരുന്നു. പാവപ്പെട്ട നല്ല തൊഴിലാളികളായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്കറിയാം ഞാറ് നടുക, അതുപോലെ കൊയ്തെടുക്കുക, മെതിക്കുക, അതുപോലെ തന്നെ അതൊക്കെ ചെയ്തിരുന്ന ആരായിരുന്നു? തൊഴിലാളികളായിരുന്നു. അപ്പൊ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ടെക്നോളജിയാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി. അന്ന് തൊഴിലാളികൾ കൂടുതലും, മെഷീനറി കുറവായിരുന്നു. കാരണം മെഷീനറി ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? പക്ഷെ ഇപ്പോഴോ, ഇപ്പൊ കൊയ്യാനും നടാനും എല്ലാത്തിനും മെഷീനറി ആണ് അല്ലെ. അപ്പൊ മോർ ക്യാപിറ്റൽ മെഷീനറിയാണ് കേട്ടോ. ക്യാപിറ്റൽ പറഞ്ഞ മൂലധനമല്ല. മോർ ക്യാപിറ്റലും ലെസ് ലേബറും ആണ്. അതാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. ക്ലിയർ ആണെങ്കിൽ കാണിച്ച് ഹൗ ടു പ്രൊഡ്യൂസ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? 2 രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം. ലേബർ ഇന്റൻസീവ് ഉണ്ട്, ക്യാപിറ്റൽ ഇന്റൻസീവ് ഉണ്ട്. ലേബർ ഇന്റൻസീവ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് ലേബർ. അപ്പൊ മോർ ലേബറും ലെസ് ക്യാപിറ്റലും. ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ മോർ ക്യാപിറ്റലും ലെസ് ലേബർ. സന ഡൗട്ട് ആണോ? പിന്നെയും ഡൗട്ട് വന്നു സനക്ക്. സന ചോദിച്ചോളൂ. അതാണ് ഞാൻ പറഞ്ഞ രീതി പറഞ്ഞതില്ലേ. അതായത് ആൻസർ ചെയ്തപ്പോ ആദ്യം ചാർട്ട് വരച്ചിട്ട് 3 സെന്റർ പ്രോബ്ലം ചെയ്താ. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പൊ തന്നെ പകുതി പേജ് കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി ഹെഡിങ് കൊടുക്കുക. ഇത്ര അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അര പേജ് കഴിഞ്ഞില്ലേ, 2 കൂടി ചേർത്ത്. ഇനി അപ്പുറത്ത് ഹൗ ടു പ്രൊഡ്യൂസ് ഹെഡിങ് കൊടുക്കുക. ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എഴുതണം. ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതരുത്. ലേബർ ഇന്റൻസീവ് ടെക്നോളജി അതിന് നേരെ എഴുതരുത്. മോർ ലേബർ ലെസ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ്. അടുത്ത ക്യാപിറ്റൽ. അങ്ങനെ നിങ്ങൾ ലെങ്തി ആക്കണം. നിങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് അത് ലെങ്തി ആക്കാൻ അറിയണം. സെറ്റ് അല്ലേ? ഓക്കെ. ഗ്യാസ് അടിക്കാൻ അറിയണം. അടുത്താണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. മക്കളെ ഹൂം ടു പ്രൊഡ്യൂസ് പറഞ്ഞാൽ എന്താ? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ദിസ് ഇംപ്ലൈസ് ദ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. ഉണ്ടാക്കി വെച്ച ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ ആർക്കൊക്കെ വിതരണം ചെയ്യണം. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഏത് സെൻട്രൽ പ്രോബ്ലമായി ബന്ധപ്പെട്ടതാ? ആൽവിയ സിസ്റ്റം യൂസ് ചെയ്തിരുന്നോ? ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഏത് സെൻട്രൽ പ്രോബ്ലമായി ബന്ധപ്പെട്ട ആൽബിയ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. ആൽബിയ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഏത് സെൻട്രൽ പ്രോബ്ലമായി റിലേറ്റഡ് ആണ്? ഇടയിൽ ഫോൺ യൂസ് ആണോ സിസ്റ്റം യൂസ് ആണോ? ഓക്കെ. മക്കളെ എല്ലാവർക്കും ഓക്കെ അല്ലേ? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ആൻസർ തികഞ്ഞില്ലെങ്കിൽ ഇതും കൂടി ചോദിച്ചോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സാർ ഇതിന് കാണിച്ച്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടർ വേണം? വേണം, ഭൂമി വേണം, ലേബർ തൊഴിലാളി വേണം, ക്യാപിറ്റൽ മൂലധനം വേണം, ഓർഗനൈസേഷൻ സ്ഥാപനം ഉണ്ടായിരിക്കണം. ലാൻഡിന് നമ്മൾ എന്താ പ്രതിഫലം കൊടുക്കുക? ഭൂമി നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ എന്താ പ്രതിഫലം കൊടുക്കുക? വാടക കൊടുക്കും അല്ലെ. ലാൻഡിന് എന്ത് കൊടുക്കും? റെന്റ് കൊടുക്കും. ശരിയാണെങ്കിൽ ചോദിച്ചു കാണിച്ച്. ലാൻഡിന് നമ്മൾ റെന്റ് കൊടുക്കും. തൊഴിലാളിക്ക് എന്താ കൊടുക്കുക? വേജസ്, വേതനം. ക്യാപിറ്റലിനോ? നിങ്ങൾ അക്കൗണ്ടൻസിൽ പഠിക്കണ്ടേ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാ പലിശ കിട്ടാനാണ് അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പഠിക്കുന്നില്ലേ? നമുക്ക് നാളെ വൈകിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പഠിക്കണം മക്കളെ. കറക്റ്റ് ടൈമിൽ കയറണേ. അപ്പോ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും. ഓർഗനൈസേഷനോ സ്ഥാപനത്തിനോ പ്രോഫിറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതാണ് ഈ ഫാക്ടറിന് കൊടുക്കുന്ന റിവാർഡ്, പ്രതിഫലം. ക്ലിയർ ആണോ? കൈവിശി കാണിച്ചേ. ഇതും കൂടി വേണമെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസിൽ എഴുതി വെക്കാം. ആൻസർ കുറച്ച് ലെങ്തി ആക്കണമെങ്കിൽ. കേട്ടോ സന? കേട്ടോ ഗൂഗിളെ? മക്കളെ 80 വാങ്ങണം നിങ്ങൾ കേട്ടോ. ഇതിനോട് പറയണേ സാറേ ഞങ്ങൾക്ക് 70 കൂടുതൽ മാർക്ക് ഉണ്ട് എന്ന് പറയണം. 70 or 70 എബോ വാങ്ങണം. ആരാണ് നിന്റെ ചോദിച്ച മോനെ? ഇത് വരുവാണെങ്കിൽ 5 മാർക്കോ അതിൽ കൂടുതലോ സെൻട്രൽ പ്രോബ്ലംസ് കേട്ടോ. ഓക്കെ, വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, അടുത്താണ് മക്കളെ വരയ്ക്കാൻ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. PPC എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? ഈ PPC തന്നെയാണ് നമ്മൾ വേറൊരു പേര് അറിയപ്പെടുക, PPF. എന്താ PPF എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. എന്താ ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ? അതിര് എന്നാണ് അർത്ഥം. അതിരില്ലേ, നിങ്ങളുടെ വീടിന്റെ ഒക്കെ അതിരില്ലേ, തൊട്ടപ്പുറത്തെ വീടുമായിട്ടുള്ള നമ്മളെ ആ ഒരു അതിര്. അതേപോലെ ഈ കർവിന് ഒരു അതിരുണ്ട്. അതിനെയാണ് PPF എന്ന് പറയാം. ഈ കർവ് എന്ന് പറഞ്ഞാലും ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. ക്ലിയർ ആയോ? ഒന്ന് കഴിച്ച് കാണിച്ചേ. ഇനി നിങ്ങളോട് തന്നെ ഇമാജിനറി ആയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് PPC വരയ്ക്കാൻ പറയും ചിലപ്പോ.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ടേബിൾ ഉണ്ടാക്കുക? പാലാമോനോ? ഇത് കാണിച്ചത് ടേബിൾ കാണാതെ പഠിച്ചു പോക്കോട്ടോ. എന്ത് വന്നാലും ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കാൻ പഠിച്ചോ. കോമ്പിനേഷൻസ്, ഗുഡ് 1, ഗുഡ് 2 കേട്ടോ. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു ഈ ഒരു ടേബിൾ. നാളെ നിങ്ങളോട് ചോദിക്കുകയാണ് ഇമാജിനറി ആയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് PPC വരയ്ക്കാൻ പറഞ്ഞാൽ ഇതിങ്ങനെ ABCDE എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് 0 1 2 3 ഒരു 4 കൊടുക്കാം. ഇവിടെ നമുക്കൊരു 15 14 ഒരു 10 ഒരു 7 0. ഓക്കെ അല്ലേ? ഇഷ്ടമുള്ളത്. അതിലൊരു കാര്യം ശ്രദ്ധിക്കണം മക്കളെ, 2 ഗുഡ് ഉണ്ടാവണം. ഗുഡ് 1ഓ ഗുഡ് 2ഓ അല്ലെങ്കിൽ റൈസോ വീറ്റോ ഇഷ്ടമുള്ള 2 സാധനങ്ങൾ ഉണ്ടാവണം. ഓക്കെ ആണോ? ടേബിൾ വരയ്ക്കുമ്പോൾ 2 സാധനങ്ങൾ ഉണ്ടാവണം. ഒരെണ്ണം 0യിൽ തുടങ്ങണം. ഒരെണ്ണം എവിടെ തുടങ്ങണം? 0യിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ കൂടി 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 വരണം. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ഒരെണ്ണോ 0യിൽ അവസാനിക്കണം. 0യിൽ അവസാനിക്കണമെങ്കിൽ എന്താണ്? കുറഞ്ഞ് 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 വരണം അല്ലേ? 15 14 10 7 0 കണ്ടോ? അപ്പൊ ഒരെണ്ണം 0യിൽ സ്റ്റാർട്ട് ചെയ്യണം, ഒരെണ്ണം 0യിൽ അവസാനിക്കണം. ക്ലിയർ ആയോ? അങ്ങനെ വേണം നിങ്ങൾ ടേബിൾ ഉണ്ടാക്കാനായിട്ട്. ക്ലിയർ ആയോ? ഗോട്ടുവൈഡല്ലേ? അപ്പോ ഒരു പ്രൊഡക്റ്റ് ഒരു ഗുഡ് എന്ത് ചെയ്യണം? 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടി കൂടി വരണം. ഒരെണ്ണം ഡിക്രീസ് ചെയ്ത് 0യിൽ അവസാനം. അത് ഇങ്ങനെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് 0യിൽ അവസാനിച്ചിട്ട് ഇവിടെ 0യിൽ തുടങ്ങിയാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് വെച്ച് വരയ്ക്കാം. സിമ്പിൾ ആണ്. X ആക്സിസ് Y ആക്സിസ്. ഞാൻ ഗുഡ് 1 ആണ് X ആക്സിസ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഗുഡ് 1. ഇവിടെ ഗുഡ് 2. ഗുഡ് 1ല് 0 മുതൽ 4 വരെയല്ലേ? അപ്പൊ അതുവരെ മാർക്ക് ചെയ്യാം. 0 ഒരു 1 സ്കെയിൽ എടുത്ത് 2 3 4. ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ചേ. യെസ്. ഗുഡ് 2ല് ശിവനന്ദൻ എന്താ തിന്നു? ഗുഡ് 2ല് ഏറ്റവും വലുത് 15 ആണല്ലേ? അപ്പൊ 15 വരാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? അല്ല 3 6 9 അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ 2 4 6 8 അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ 3 6 9 എന്ന് കൊടുക്കാണേ. 3 6 9 12 15. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഗീശി കാണിച്ചേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മെഷർ ചെയ്യാം. ആദ്യം A നമുക്ക് നോക്കാം. ഗുഡ് 1ല് 0, ഗുഡ് 1ല് 0, ഗുഡ് 2ല് 15. അപ്പൊ ഇതല്ലേ പോയിന്റ് വരാ? ഇതല്ലേ മക്കളെ പോയിന്റ്? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഗുഡ് 1ല് 0യും ഗുഡ് 2ല് 15. അപ്പൊ ഇത് വരും. ഇനി ഗുഡ് 1ല് 1 എടുക്കുക, ഗുഡ് 2ലോ 14. അപ്പൊ ഏകദേശം ഇവിടെ വരും. അടുത്ത് ഗുഡ് 1ല് 2, ഒരിടത്ത് 10. അപ്പൊ 2ഉം 10ഉം. അപ്പൊ ഏകദേശം ഇവിടെ വരും. അടുത്ത 3യും 7ഉം, 3യും 7ഉം. അടുത്ത 4ഉം 0യും. കേട്ടോ? നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒരു കർവ് അങ്ങോട്ട് വരച്ചാൽ ഇതാണ് മക്കളെ PPC. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചേ. PPC ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ABCD എന്ന് കൊടുക്കാം. A ആണ് ഒന്നാമത്തത്, ഇത് B, ഇത് C, ഇത് D, ഇത് E. അപ്പൊ എന്താ PPC എന്ന് പറഞ്ഞാൽ? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളും നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിയും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ കോമ്പിനേഷനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് PPC. വായിച്ചേ. The collection of all possible combination of goods and services that can be produced from a given level of resources and a given level of technology is known as production possibility set. The graphical represent ഇതിനെ നമ്മൾ production possibility set എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ 0യും 15ഉം കണ്ടോ? പിന്നത്തെയോ 1ഉം 14ഉം. അടുത്തതോ 2ഉം 10ഉം. അടുത്തതോ 3യും 7ഉം. അടുത്തതോ 4ഉം 0യും. കണ്ടോ? ഇതിനെ PPS എന്ന് പറയാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയാം. ഈ PPSനെ നമ്മൾ ഗ്രാഫായിട്ട് വരച്ചതാണല്ലോ PPC. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സും, ശ്രദ്ധിച്ചോട്ടോ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളും നമ്മുടെ കയ്യിലുള്ള സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ കോമ്പിനേഷനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയാം. അതിനെ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് the graphic representation of production possibility set is known as PPC. സെറ്റ് ആണെങ്കിൽ ഒന്ന് കാണിച്ചേ.
സെറ്റല്ലേ? സന എന്ത് ചെയ്യാനാ സന? എന്താണ് സന? PPC വരയ്ക്കാൻ പറഞ്ഞു, ടേബിൾ ഒട്ടും ശരിയായില്ല, അത് കാരണം PPC വരച്ചിട്ട് ടേബിൾ ഉണ്ടാക്കി. അതെങ്ങനെ ഉണ്ടാക്കി? PPC വരച്ചിട്ട് ടേബിൾ ഉണ്ടാക്കി. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ടേബിൾ ഓർത്ത് വെച്ചോടാ, 0-ൽ സ്റ്റാർട്ട് ചെയ്തതിന് കൂടി വരണം, മറ്റേ 0-ൽ അവസാനിക്കണം. അപ്പൊ എല്ലാവർക്കും PPC എന്താണെന്നും PPS എന്താണെന്നും PPC വരയ്ക്കാനും മനസ്സിലായോ എന്ന് കൈവശി കാണിച്ചേ. സെറ്റാണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ഓക്കെ, അദ്വൈത ഡൗട്ട് ആണോ മോനെ? ചോദിച്ചോ. അദ്വൈത്, ആ ടേബിള് മേ ബി ചിലപ്പോ തരാം. ടേബിള് തന്നാൽ ആ ടേബിളിലെ മെഷർമെന്റ് അനുസരിച്ച് വേണം വരയ്ക്കാൻ. ടേബിൾ തരാതെ നിങ്ങളോട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പറയും, നിങ്ങൾ തന്നെ ഒരു ഇമാജിനറി ആയിട്ട് ടേബിൾ വരച്ചിട്ട് വരയ്ക്കാൻ പറയും PPC. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ടേബിൾ വരയ്ക്കാം. പക്ഷെ ടേബിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരെണ്ണം 0-ൽ സ്റ്റാർട്ട് ചെയ്യണം, മറ്റേ 0-ൽ എൻഡ് ചെയ്യണം, എന്നാലേ ടേബിൾ ആവുള്ളൂ കേട്ടോ. സെറ്റായോ? കല്യാണം ഉണ്ടായിരുന്നു നമുക്ക്? അല്ല, ഫങ്ഷണൽ വെയർ ഒക്കെ ഇട്ടിട്ടുണ്ട്, ജുബിയൊക്കെ ഇട്ടിരിക്കും. ആ ഓക്കെ. ഏത് പൂരത്തിന്റെ? എവിടെ വീട്? എവിടെ നിന്റെ? കേച്ചേരി അല്ലേ? ഓ, അതായത് നമ്മുടെ വാടാനപ്പള്ളി അവിടെ അല്ലേ? ആ, അത് വാടാനപ്പള്ളിന്ന് റൈറ്റിലേക്കുള്ള വഴിയാണോ? തൃപ്രയർ കഴിഞ്ഞിട്ട്? അല്ല, അവിടെയാണല്ലോ കേച്ചേരി. ആ, ഗുരുവായൂർക്ക് കുറച്ചുള്ള. എന്താ മോനെ ചോദിക്കടാ? PPS എന്ന് പറഞ്ഞാല് നമുക്ക് തന്നിട്ടുള്ള കിട്ടിയിട്ടുള്ള കോമ്പിനേഷനിലിടാം. 0, 15, 1, 14, 2, 10, 3, 7, 4, 10, 0. ഇതാണ് PPS. ഇതിനെയാണല്ലോ നമ്മൾ വരച്ചേക്കണേ. അപ്പൊ PPSനെ കേട്ടില്ല? ആ, ബണ്ടിലായിട്ട് എടുത്തേക്കണം. അതാണ് PPS, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുക കേട്ടോ. ക്ലിയർ? ഓക്കെ മക്കളെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത്. ഒരു PPC വരയ്ക്കുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് ഇത് പറഞ്ഞുതരാം. PPC വരയ്ക്കാൻ എല്ലാവർക്കും ഓക്കെയാണ്. നോർമലി PPCയുടെ ഷേപ്പ് ഏത് ഷേപ്പ് ആയിരിക്കും? നോർമലി PPC എപ്പോഴും നല്ല രീതിയിലാണ് നമ്മുടെ റിസോഴ്സുകളും നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിയൊക്കെ നമ്മൾ വളരെ അടിപൊളിയായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിച്ചാൽ PPC ഏത് ഷേപ്പിലാണ് കിട്ടുക? ആർക്കെങ്കിലും പറയാമോ? ഹാൻഡ് റൈസ് ചെയ്തേ. ഏത് ഷേപ്പിലാണ് കിട്ടുക PPC? ആരാ വിളിക്കാം സാറേ? കൃഷ്ണനുണ്ണി, ഏത് ഷേപ്പിലായിരിക്കും കിട്ടുക PPC? ആ, നോർമലി നമ്മുടെ PPC കോൺകേവ് ഷേപ്പിലാണ് കേട്ടോ മക്കളെ. ഇത് മാത്രമേ കോൺകേവ് ഉള്ളൂ. ഇൻഡിഫറൻസ് കർവും ഐസോകോണ്ട് കർവും കോൺവെക്സ് ആണ് കേട്ടോ. PPC മാത്രമേ കോൺകേവ് ഉള്ളൂ. ക്ലിയർ ആയോ? സെറ്റായോ? യെസ്. എന്ന് കരുതി എപ്പോഴും കോൺകേവിൽ കിട്ടണം എന്നില്ല, നോർമലി കോൺകേവ് ആണ്. ക്ലിയർ ആയോ? സെറ്റായോ? ഓക്കെ. ഇനി PPCയുടെ ഷേപ്പ്, അപ്പൊ എല്ലാവർക്കും PPC കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി ഇതില് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാൻ പറയും. ഓക്കെ, അതിലോട്ട് പോയാലോ? റെഡി ആണോ? എല്ലാവരും റെഡി ആണല്ലോ? യെസ്. സാറേ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, MOC. മക്കളെ, MOC എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെ OC എന്ന് കേട്ടിട്ടുണ്ടോടാ? OC എന്താ? OC എന്ന് പറഞ്ഞ ആരാ വിളിച്ച്? OC പറയാൻ ആരാ പറയാ? സ്റ്റെഫാനിയ, OC അറിയോടാ? OC എന്ന് കേട്ടിട്ടുണ്ടോ? അറിയില്ല. ആർക്കും അറിഞ്ഞൂടാ OC? ആര് പറയും OC? ആ, മർവ, സഫ മർവ പറയാന്ന് പറയണ്ട. അവർക്ക് നന്നായിട്ട് അറിയാം OC. പറയൂ OC. ഹലോ, പറയൂ സഫ മർവ. യെസ്, വെരി ഗുഡ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മക്കളെ, ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും സെയിം ആയിട്ട് തോന്നാം, പക്ഷെ എന്തല്ല. കേട്ടില്ല? സഫ മർവ മ്യൂട്ടായിരുന്നു കേട്ടോ, കേട്ടില്ല. ഓക്കെ. അപ്പോ അത് നമുക്ക് ഒരേപോലെ തോന്നാമെങ്കിലും അത് ഒരുപോലെ തോന്നിക്കുന്ന രണ്ട് സാധനങ്ങളാണ്, പക്ഷെ ഡിഫറെന്റ് ആണ് കേട്ടോ. അതായത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതാണ്, ഇറ്റ് ഇസ് an additional unit of good is defined as the number of units of a good
സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദ അതർ ഗുഡ്. ഇതുപോലെ രണ്ട് ഗുഡ് ഉണ്ടല്ലോ മക്കളെ, വീറ്റ് ഉണ്ട്, ക്ലോത്ത് ഉണ്ട് അല്ലെ. വീറ്റ് ഉണ്ട്, ക്ലോത്ത് ഉണ്ട്. ഇതില് ഏതാണ് മക്കളെ? നിങ്ങൾ മാർക്ക് ചോദിക്കല്ലേ, നമുക്ക് മാർക്കല്ല വിഷയം, നമുക്ക് പഠിക്കുക എന്നുള്ളതാണ്. ചില 3 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം, സാറേ അത് എത്ര മാർക്കിന് വരും, ഇത് എത്ര മാർക്കിന് വരും, അങ്ങനെ ചോദിക്കേണ്ട. നിങ്ങൾ പെർഫെക്റ്റ്ലി പഠിച്ചു പോയാൽ ഫുൾ മാർക്ക് വാങ്ങണം. എക്കണോമിക്സിൽ ഫുൾ ഇല്ലാതെ ഒരൊറ്റ ഇങ്ങോട്ട് വന്നേക്കരുത്. എൻ്റെ ഇത് എൻ്റെ നല്ലത് കിട്ടും ചോറിലുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിയിട്ട് വരണം. യെസ്, ഓക്കെ. അപ്പൊ വീറ്റും ക്ലോത്തും 2 പ്രൊഡക്റ്റുകളുണ്ട്. വീറ്റും ഉണ്ട്, ക്ലോത്തും ഉണ്ട്. വീറ്റ് 100 ആണ്, ക്ലോത്ത് 0. വീറ്റ് 90 ആയപ്പോൾ ക്ലോത്ത് 25 ആയി, ശരിയല്ലേ? അടുത്ത വീറ്റ് 70 ആയപ്പോഴോ ക്ലോത്ത് 50 ആയി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ആദ്യത്തെ നില്ലാക്കിയിടുക. ഫസ്റ്റത്തെ എന്താക്കുക? നില്ലാക്കിയിടുക. കാരണം അവിടെ നില്ലാണ് ഫസ്റ്റത്തെ. അടുത്തത് ഏതാണ് കുറയുന്നത് നോക്കുക. ഈ 2 പ്രൊഡക്റ്റുകളിൽ ഏതാ കുറയണേ? വീറ്റ് ആണോ ക്ലോത്ത് ആണോ? ഏതാ കുറയണേ മക്കളെ? വീറ്റ് ആണോ ക്ലോത്ത് ആണോ കുറയണേ? ഏതാണ് ശ്രിത? ഏതാ കുറയണേ? വീറ്റ് ആണോ ക്ലോത്ത് ആണോടാ? ശ്രിതയ്ക്ക് റേഞ്ച് ഇല്ല സാറേ, വേറെ ആൾ വിളിക്കൂ. വീറ്റ്. ഓ വെരി ഗുഡ് മക്കളെ, വീറ്റ് ആണ് കുറയുന്നത് ശ്രിത പറയുന്നുണ്ട്. റേഞ്ച് ഇല്ലെങ്കിലും ആ വീറ്റ് എന്ന് പറഞ്ഞൊപ്പിച്ചു. ഓക്കെ, അപ്പൊ 100 എന്നുള്ളത് 90 ആയി അല്ലേ? 100 എന്നുള്ളത് 90 ആയി. അപ്പൊ എത്രയും കുറഞ്ഞതെടാ? 100 എന്നുള്ളത് 90 ആയി. അപ്പൊ എത്രയും കുറഞ്ഞേ? കാണിച്ചെല്ലാവരും സ്ക്രീനിൽ കാണിച്ചേ. എത്രയും കുറഞ്ഞേ? 100 എന്നുള്ളത് 90 ആയിട്ട് മക്കളെ. അപ്പൊ എത്രയും കുറഞ്ഞേ? സ്ക്രീനിൽ എല്ലാവരും കാണിച്ചേ, കൈ കൊണ്ട് കാണിച്ചേ. എത്രയാ? 10 കുറഞ്ഞു, ശരിയല്ലേ? അപ്പൊ നമ്മൾ 10 എന്ന് എഴുതാം. എത്ര എഴുതാം? 10 ബൈ. ഇവിടെ എത്ര കൂടി? 0 എന്നുള്ളത് 25 ആയി അല്ലേ? 0 എന്നുള്ളത് 25 ആയി. അപ്പൊ 25ലേക്ക് കൂടി ഇത്. അപ്പൊ 10/25 ചെയ്യാം. 10/25 എത്ര വരും? 10/25 എത്ര വരും? ആരെ വിളിക്കാം നമുക്ക്? ശ്രീനന്ദ. 10/25 എത്ര ശ്രീനന്ദ? 10/25 ആണോ? ശരിയാണോ മക്കളെ? കാൽക്കുലേറ്റർ മസ്റ്റ് ആയിട്ട് നാളത്തെ എക്സാമിന് കൊണ്ടുപോകണം. നിങ്ങൾക്ക് പല സ്ഥലത്തും 0.4 കറക്റ്റ് അല്ലേ? വെരി ഗുഡ്. അടുത്തതോ 90/70 ആയി. അപ്പൊ എത്രയെ കുറയണേ? 90/70 ആവുമ്പോ 20 ആണ് കുറഞ്ഞത്. അപ്പൊ 20 ബൈ 25 50 ആയി. അപ്പൊ കൂടിയതും 25. അപ്പൊ 20/25. അടുത്ത ആളെ വിളിച്ചോ. അദ്വൈതം എന്ന് പറയടാ. 20/25 എത്ര? 20/25 ആ പറഞ്ഞ മോനെ. പോയി. അടുത്ത എങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞേ? പറഞ്ഞോ. മ്യൂട്ട് ചെയ്യണ്ട മോനെ, അൺമ്യൂട്ട് ഇതിനെ ശരിയാക്കി തരിക. ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുമല്ലേ? മ്യൂട്ട് ചെയ്യ, അൺമ്യൂട്ട് ചെയ്യ. അടുത്തതോ? അടുത്ത് 70 എന്നുള്ളത് 40 ആയി. എത്രയാ ചേഞ്ച്? 30 ബൈ ഇവിടെയോ 50 എന്നുള്ളത് 75 ആയി. അത് 25 അല്ലേ കൂടിയത്? അപ്പൊ 30/25 എത്രയും? 30/25 മനസ്സിലായി? എന്നിട്ട് കഥ പറഞ്ഞിരുന്ന അവിടെ അത് പറഞ്ഞ 40 10 ആയി. എത്ര ചേഞ്ച്? 30 ബൈ അപ്പുറത്ത് 75 85 ആയി. എത്രയാ? 10 പ്ലസ് 3 അല്ലേ വരണേ? 3. അത് ലാസ്റ്റത്തെയോ 10 0 ആയി. 10 85 87 ആയി. അപ്പൊ 2 10/2 5. മക്കളെ ക്ലിയർ ആയോ? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാൻ പറ്റില്ലെങ്കിൽ കാണിച്ചേ. ഇപ്പോഴും മുകളിൽ എന്ത് വരണം മക്കളെ? മോളിൽ എന്ത് വരണം? മോളിൽ എന്ത് വരണം ശിവനന്ദ? മുകളിലത്തെ നമ്പർ ഏതിന്റെ ഡിഫറൻസ് വരണ്ടേ? ഗുഡ് 1ന്റെ ആണോ? മോളിൽ എപ്പോഴും ഗുഡ് 1ന്റെ ഡിഫറൻസ് ആണോ വരും ശിവനന്ദ? മോളിൽ എപ്പോഴും മോളിലത്തെ നമ്പർ 10 ഇട്ടില്ലടാ. എപ്പോഴും നമ്മൾ ഗുഡ് 1ന്റെ ഡിഫറൻസ് ആണോ എഴുതാ മോളില്? ശരിയാക്കി. ഞാൻ തിരുവനന്തപുരത്തോട്ട് വരട്ടെ. ഞാൻ തമ്പാനൂർക്ക് വരും ഞാൻ. രണ്ടാമത്തെയാണ്. ഇവിടെ രണ്ടാമത്തെ എഴുതിയേക്കണം 0.25. അത് 25 അല്ലേ ചേഞ്ച്? ഇപ്പൊ മടി കുറച്ച് കൂടുന്നുണ്ടോന്ന് സംശയം ശിവനന്ദ എനിക്ക്. ഏഷ്യയിലെ നമ്പർ 1 സ്കൂളിലാണ് പഠിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളിലാണ് ശിവനന്ദ പഠിക്കുന്നത് കേട്ടോ. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനെ നമ്മളിപ്പോ ഡിവൈഡ് ചെയ്തില്ലേ ഓരോന്ന്. ഇതിൽ മുകളിൽ എഴുതിക്കുന്ന നമ്പർ ഇല്ലേ, അത് എപ്പോഴും ഒന്നാമത്തെ ഗുഡിന്റെ ഡിഫറൻസ് ആണോ വരിക?
ക്വസ്റ്റ്യൻ ക്ലിയർ ആയാ? കുറയുന്നതിന്റെ ഡിഫറൻസ്. അത് ഒന്നാമത്താണ് കുറയണമെങ്കിൽ ഒന്നാമത്തെ, രണ്ടാമത്തെ ഗുഡാണ് കുറയണമെങ്കിൽ രണ്ടാമത്തെ ഡിഫറൻസ് ആണ് ആദ്യം വരിക മുകളിൽ. കത്തിയാ? വെരി ഗുഡ്. അപ്പൊ കുറച്ച് സമയം എടുക്കും, ടു ലേറ്റ് ആണല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. മുകളിൽ എപ്പോഴും വരേണ്ടത് ഒന്നാമത്തെ ഗുഡ് എന്ന് അങ്ങനെ പറഞ്ഞ് പഠിക്കരുത് കേട്ടോ. ഈ കുറയുന്ന ഡിക്രീസ് ആവുന്ന നോക്കുക. അപ്പൊ വീറ്റ് അല്ലേ ഡിക്രീസ് ചെയ്ത് 198. അപ്പൊ ആ ഡിക്രീസ് ആവുന്നതിന് ഡിഫറൻസ് വേണം മുകളിൽ എഴുതാൻ. സഫാനെ ചോദിച്ച മോനെ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കിട്ടണേ. ഇനിയിപ്പോ ക്ലോത്ത് ഇപ്പുറത്താ തന്നെങ്കിലോ വീറ്റ് ഇപ്പുറത്താണെങ്കിലോ അപ്പോഴും വീറ്റ് ബൈ ക്ലോത്താ. കുറയണതില്ലടാ, വീറ്റല്ലേ കുറയണേ. ഫസ്റ്റത്തെ ഒന്നും വരില്ല, ഫസ്റ്റത്തിന് ഇല്ല. അടുത്തത് നോക്കിയേ, 100 90 അപ്പൊ എത്രയാ കുറഞ്ഞേ? 10. കണ്ട? അപ്പൊ മുകളിൽ എഴുതുന്നത് എപ്പോഴും കുറയണ ഡിഫറൻസ് ആയിരിക്കണം. സെറ്റായാ? അത് റേഷ്യോ ആയിട്ട് എഴുതുക. 10:25. ഇസ്റ്റു എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടേക്കണേ? ശ്രദ്ധിക്കാവൂല്ലേ? അക്കൗണ്ടൻസിൽ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയ എല്ലാവർക്കും കാണാൻ മനസ്സിലായല്ലോ? ഡൗട്ടില്ലല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അത് ക്ലിയർ? മുകളിൽ എപ്പോഴും കുറയുന്നതിന് ഡിഫറൻസ് വേണം മുകളിൽ എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ ആർക്കും സംശയമില്ല എന്ന് കരുതുന്നു. അപ്പൊ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞാൽ ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. പഠിച്ചു വെച്ചോ. ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. ബെസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം എടുക്കാനായിട്ട് നമ്മൾ ഒന്ന് വേണ്ടാന്ന് വെക്കില്ല. എത്രത്തോളമാണോ വേണ്ടാന്ന് വെക്കുന്നത് അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കേട്ടോ. ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ പഠിച്ചു വെക്കുക. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. ഓക്കെ അല്ലേ? ഓഫ്ലൈനിൽ ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഓഫ്ലൈൻ സെന്ററിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? യെസ്. രോഹിത്തിന് ഡൗട്ട് ഉണ്ടോ? രോഹിത്തെ ഡിവൈഡ് ചെയ്യണം മോനെ. കാരണം ഒന്നിന്റെ ഡിഫറൻസ് വരുമ്പോൾ കുറച്ച് കൊണ്ടുവന്നാൽ മതി. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചിലപ്പോൾ അത് മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതിന് കാരണം മറ്റേതിന്റെ ഡിഫറൻസ് 1 ആയിരിക്കും. 1 ഏതൊരു നമ്പറിനെ 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ അതെപ്പോഴും ശരിയാകണമെന്നില്ലടാ. അത് എന്തുകൊണ്ടാണെന്നറിയാം അങ്ങനെ കുറയുന്നതിന് ഡിഫറൻസ് മാത്രം എടുത്താൽ ശരിയാവൂല. കാരണം എന്താ അറിയോ? അതുകൊണ്ടാണ്. അപ്പൊ 1 അല്ലേ വരുന്ന ഡിഫറൻസ്. അപ്പൊ ഏതൊരു നമ്പറിനെ 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് അവർ അങ്ങനെ എഴുതിയേക്കണേ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പഠിക്കരുത്. അത് തെറ്റായിട്ടുള്ള രീതിയാണ് കേട്ടോ. കാരണം പെർഫെക്റ്റ് രീതി ഇതാണ്. പെർഫെക്റ്റ് മെത്തേഡ് ഇതാ. കുറയുന്നതിന് ഡിഫറൻസ് ഡിവൈഡ് ബൈ കൂടുന്നതിന് ഡിഫറൻസ്. ക്ലിയർ അല്ലേ? കുറയുന്നതിന് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കൂടുന്നതിന് ഡിഫറൻസ്. ഫസ്റ്റ് അത് നില്ല്. കണ്ടോ? ഇവിടെ ഏതാ കുറയണേ? വീറ്റ് ആണോ ക്ലോത്ത് ആണോ? വീറ്റ് എത്ര കുറഞ്ഞു? 100 എന്നുള്ളത് 90 ആയപ്പോ എത്ര കുറഞ്ഞു? 10 ബൈ ഇത് എത്ര കൂടി? ക്ലോത്ത് എത്ര കൂടി? 0 എന്നുള്ളത് 25 ആയി. എത്ര കൂടി? 25. 10/25. കത്തിയാ? നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചതിൽ ചിലപ്പോ 190 ആയിരിക്കും. പക്ഷെ ഇവിടെ 0 1 2 3 എന്നായിരിക്കും. അപ്പൊ ഡിഫറൻസ് 1 തന്നെയല്ലേ വരണേ? 1 വന്ന കാരണം അവിടെ ഡിവൈഡ് ചെയ്യാതിരുന്നത് സെയിം നമ്പർ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവർക്കും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? എല്ലാവർക്കും ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് നോക്കിക്കൊണ്ട് നമുക്ക് PPC കർവിന്റെ ഷേപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? PPC കർവിന്റെ ഷേപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിയാ വരണമെങ്കിൽ നിങ്ങൾ ആ ടേബിൾ വെച്ച് PPC കർവ് വരച്ചാൽ എപ്പോഴും കോൺകേവ് ഷേപ്പിലായിരിക്കും കിട്ടുക. ക്ലിയർ ആയോ? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ ഇങ്ങനെ കൂടി ഇപ്പൊ ചെയ്ത പ്രവർത്തനം കൂടിയല്ലേ വന്നേ? ആദ്യം 0.4 വന്നു, 0.8 3 അങ്ങനെ കൂടിയല്ലേ വന്നത് മക്കളെ? ആണോ? MOC കൂടിയല്ലേ വന്നേ? അങ്ങനെ MOC കൂടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ടേബിളിൽ PPC കർവ് വരച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ഷേപ്പിലാണ് കിട്ടുക. ഇനി PPC MOC കുറഞ്ഞാ വരണമെങ്കിൽ അനന്തകൃഷ്ണൻ
MOC കുറഞ്ഞാ വരണമെങ്കിലോ PPCയുടെ ഷേപ്പ് ഏതായിരിക്കും അനന്തകൃഷ്ണ? MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിക്രീസിംഗ് ആയിട്ടാണ് വരണമെങ്കിൽ PPCയുടെ ഷേപ്പ് ഏതായിരിക്കും? കോൺവെക്സ്. ഇനി MOC കോൺസ്റ്റന്റ് ആണെങ്കിലോടാ ലീനിയർ എന്ന് പറയാം അതിനെ വേണമെങ്കിൽ കേട്ടോ. മോനെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? അതിൽ നിർബന്ധിച്ചിട്ടാണോ ക്ലാസ്സിലിരിക്കണേ? ആണല്ലോ ചെറുതായിട്ട്. ഉറപ്പാണോ? ഇന്നലെ കയറിയില്ലല്ലോ. പക്ഷേ മലയാള നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നടത്തിയ മാറ്റി വെച്ച എക്സാം. അപ്പൊ എന്റെ റെക്കോർഡ് ക്ലാസ് വാങ്ങി കാണണം കേട്ടോ മോനെ. പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം കേട്ടോ അനന്തകൃഷ്ണ. നീ കുറെ നാൾ കേറിയില്ലല്ലോ. ഓക്കെയാണ്. പഠിച്ച് നല്ല മാർക്ക് എക്കണോമിക്സിന് എനിക്ക് ഇത്ര മാർക്ക് കിട്ടി സാറേ എന്ന് പറയണം കേട്ടോ. എന്താണ് നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം പോലെ ഇങ്ങനെയൊക്കെ വാങ്ങിയത് ഉണ്ടാ? എന്തെങ്കിലും വൈരാഗ്യം? ശരി മക്കളപ്പൊ എല്ലാവർക്കും MOC വെച്ചിട്ട് PPCയുടെ ഷേപ്പ് MOC വെച്ചിട്ട് നമുക്ക് PPCയുടെ ഷേപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? മോനെ ഭൗമിക്ക് ക്ലിയർ ആയോടാ? ഭൗമിക്കിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് മക്കളെ. 2 മണിക്കൂർ കൊണ്ട് ചർക്കുന്ന നൂൽ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? എന്താണ് ഭൗമിക്ക് ഇത്? അടുത്ത കാണിച്ചു സാർ. അടുത്ത ഫിഗർ. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇത് എക്സാമിന് ഉറപ്പായിട്ടും വരും. പഠിച്ചോ, ഷുവർ ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഒരു 92% ചാൻസ് ഉണ്ട്. ഒരു PPC കർവ് തന്നിട്ടേ ഇങ്ങനെ ചോദിക്കുക എക്സാമിന്. ഒരു PPC തരും കണ്ടോ, ഇങ്ങനെ ഒരു PPC കർവ് തരും കേട്ടോ. എന്നിട്ട് ചോദിക്കുക ഒരു 3 പോയിന്റ് തരും. ഒരു 3 പോയിന്റ് തരുവേ. PPCയിൽ ഒരു പോയിന്റ് ഉണ്ടാവും, ഉള്ളിലൊരു പോയിന്റ് ഉണ്ടാവും, പുറത്തൊരു പോയിന്റ് ഉണ്ടാവും. എന്നിട്ട് ഈ 3 പോയിന്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഭൗമിക പറഞ്ഞടാ, ഉള്ളിലുള്ള പോയിന്റ് എന്താ, PPCയിലുള്ള പോയിന്റ് എന്താ, പുറത്തുള്ള പോയിന്റ് എന്താ? ഒന്ന് പറഞ്ഞേ. പറഞ്ഞ മോനെ പറയടാ. ഉള്ളിലുള്ള പോയിന്റ് എന്തിനു റെപ്രസെന്റ് ചെയ്യുന്നു? ഇൻഎഫിഷ്യന്റ്. അതാണ് നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ. ക്ലാസ് ശ്രദ്ധിക്കൂലൊന്നുമില്ല, കളിച്ചോണ്ടിരിക്കുക. വള്ളി കാണുമ്പോ അപ്പ കയ്യിലെടുക്കും. അത് പാമ്പാവുന്നത് ഭാഗ്യം. എന്താണ് ഭൗമിക്ക്? അപ്പൊ ഉള്ളിലുള്ള പോയിന്റ് എന്താ മോനെ? PPCയിലുള്ള പോയിന്റോ? പുറത്തുള്ള പോയിന്റോ? പഠിക്ക് മക്കളെ. ഉള്ളിലുള്ള പോയിന്റ് അങ്ങനെ പഠിക്കണം കേട്ടോ. ഈ ABCD പഠിക്കരുത് കേട്ടോ. കാരണം എന്താ, ചിലപ്പോ ABCD മാറ്റി തരാം, PQR എന്ന് തരാം. അപ്പൊ സാർ ABC എന്നാണല്ലോ പഠിപ്പിച്ചത്, ഇവിടെ A ഇല്ല, B ഇല്ല, C ഇല്ല, സാർ എന്ത് പഠിപ്പിച്ചത് അങ്ങനെ വിചാരിക്കരുത്. ഉള്ളിലുള്ള പോയിന്റ് ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ റിസോഴ്സുകളെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല. അപ്പൊ PPC ഉള്ളിലോട്ട് പോകും. ഇനി PPCയിലാണെങ്കിലോ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിച്ചു, എഫിഷ്യന്റ്, കാര്യക്ഷമതയോടെ ഉപയോഗിച്ചു കേട്ടോ അഫ്ന. പുറത്താണെങ്കിലോ നമുക്ക് കാര്യക്ഷമതയോടെ ഉപയോഗിച്ചപ്പോ ഇങ്ങനെ കിട്ടി. ഇനി പുറത്തേക്ക് ഒരിക്കലും പോവില്ല. പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് വരണം? നമ്മുടെ കയ്യിലെ റിസോഴ്സുകൾ വളരണം, ഗ്രോത്ത് ഉണ്ടാവണം അല്ലേ? നമ്മുടെ കയ്യിലുള്ള ലാൻഡും ഭൂമിയൊക്കെ കുറച്ചുകൂടി 10 സെന്റും 20 സെന്റൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങണം, എന്നാലേ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്രോത്ത് ഉണ്ടാവണം, അതാണ് പുറത്തെ പോയിന്റ്. ക്ലിയർ ആയോ? സെറ്റ് ആണെങ്കിൽ ദേശീയ കാണിച്ചു. ഈ ഇൻഎഫിഷ്യന്റിന് വേണമെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എന്നും പറയാട്ടോ മക്കളെ. അൺഎംപ്ലോയ്മെന്റ് അങ്ങനെയും പറയാം, അങ്ങനെയും ചിലപ്പോൾ ചോദിക്കും. ഇത് ഫുൾ എംപ്ലോയ്മെന്റ്. സെറ്റാണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. സെറ്റല്ലേ? 3 പോയിന്റ് കിട്ടിയില്ലേ? PPCയിൽ അകത്തുള്ള പോയിന്റ്, PPCയിലുള്ള പോയിന്റ്, PPCയിൽ പുറത്തുള്ള പോയിന്റ്. സെറ്റാണോ? എനർജറ്റിക് ആയിട്ട് കൈവീശിക്കേ. സെറ്റ്. മ്യൂട്ട് ചെയ്യാം. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് ലോകിന്റെ ഡൗട്ട് ആണോ മോനെ? ചോദിച്ചോടാ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാടാ, എക്സാമിന് വരുന്നത് ഉറപ്പായിട്ടും. അടുത്ത ടോപ്പിക് കാണിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് ഞാൻ ഇപ്പൊ വെച്ച് പറയാം, നോട്ട് ചെയ്ത് വെച്ചോ. ഈ ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ നാളെ എക്കണോമിക്സ് പരീക്ഷയേ ഇല്ല എന്നാണ് അർത്ഥം. മനസ്സിലായ? അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി. മിക്കവാറും ഇത് 2 ഡിഫറൻസ് ചോദിക്കുക. അല്ലെങ്കിൽ ഇതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് മക്കളെ. 100% ഉറപ്പ്, ഷുവർ, 100% ഷുവർ ആണ്. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ചിലപ്പോൾ 1 മാർക്കിന്റെ ആവാം, ചിലപ്പോൾ ഡിഫറൻസ് ആകാം. എന്തായാലും വന്നേ പറ്റൂ, വരും, ഉറപ്പ്. അപ്പൊ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓർ സോഷ്യലിസ്റ്റ് ഇക്കോണമിയും മാർക്കറ്റ് ഇക്കോണമി ഓർ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി തമ്മിൽ ഡിഫറൻസ്. ഇത് പഠിച്ചാൽ ഇത് കിട്ടും. ഈ 2 ഡിഫറൻസ് മാത്രം പഠിച്ചാൽ മതി കണ്ടോ. സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ ആരാ? പബ്ലിക് സെക്ടർ, ഗവൺമെന്റാ. ഇവിടെയാണെങ്കിലോ പ്രൈവറ്റ് ആണ്. ഇവിടെ രണ്ടും വരും, പബ്ലിക്കും പ്രൈവറ്റും.
ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്ത് ചിലപ്പോൾ ഇതായിരിക്കും 1 മാർക്കിന് ചോദിക്കുക കേട്ടോ. അണ്ടർ സോഷ്യലിസ്റ്റ് ഇക്കോണമി പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ത്രൂ പ്ലാനിംഗ് അതോറിറ്റി. പ്ലാനിംഗ് അതോറിറ്റി വഴിയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇവിടെയാണോ പ്രൈസ് മെക്കാനിസം വഴിയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇവിടെ രണ്ടും വരും, പ്ലാനിംഗ് അതോറിറ്റി വരും, പ്രൈസ് മെക്കാനിസം വരും. ഇത് ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താ? സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യ ക്ഷേമമാണ്. സമൂഹത്തിന് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? സേവിക്കുക. അപ്പൊ സോഷ്യൽ വെൽഫെയർ ആണ്. ഇവിടെയാണെങ്കിലും പ്രൈവറ്റ് അല്ലേ, സ്വകാര്യ വ്യക്തികളല്ലേ, അവർക്ക് ലാഭം മാത്രമേ നോട്ടുള്ളൂ. ഇത് പ്രോഫിറ്റ് മോട്ടീവാണ്. ഇവിടെ രണ്ടും വരും, പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ട്, സോഷ്യൽ വെൽഫെയർ ഉണ്ട്. ക്ലിയർ ആണെങ്കിൽ വീക്ഷിക്കാൻ ചെയ്യ്. സോഷ്യലിസ്റ്റ് ഇക്കോണമിക്ക് എക്സാമ്പിൾ കൃഷ്ണൻ വേണ്ടി കോട്ടമായിട്ട് കൃഷ്ണൻ വേണ്ടി പറഞ്ഞു. സോഷ്യലിസ്റ്റിനും മാർക്കറ്റ് ഇക്കോണമിക്ക്, മിക്സഡ് ഇക്കോണമിക്ക് എക്സാമ്പിൾ പറഞ്ഞു. ആ മിക്സഡിൽ ഇന്ത്യ എന്നറിയാം. മിക്സഡ് ഇക്കോണമി, ഒരു ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. സമ്മതിച്ചു. അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ചൈനയോ? ഓക്കെ, മക്കളെ കിട്ടിയോ? എക്സാമ്പിൾ കിട്ടിയെങ്കിൽ വീക്ഷിക്കാണ് ചെയ്യ്. ചൈന, അമേരിക്ക, ഇന്ത്യ. ഞാൻ അനിയത്തി വന്ന് നോക്കുന്നുണ്ട്, കൃഷ്ണനോട് ക്ലാസ്സിൽ തന്നെയാണോ അല്ലെങ്കിൽ വീട് അമ്മ അച്ഛന് വരുമ്പോ പറഞ്ഞു കൊടുക്കണം. അതെ സംശയമായിട്ട് വന്നാണോ അനിയത്തി? അതിന്റെ സംസാരം കേട്ടപ്പോ നീ ആരോട് സംസാരിക്കണം എന്ന് അറിയാനാണ്. ഇന്ത്യയിലും അതുപോലെ ചൈനയിലെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അപ്പൊ അതറിയാൻ വേണ്ടി വന്നാണല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ത്യ, ചൈന, അമേരിക്ക കേട്ടോ. സെറ്റായോ? കൈവശം കാണിച്ചേ. അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കാം. അടുത്ത ലാസ്റ്റ് ടോപ്പിക് ആണ് ടോപ്പിക്, പോസിറ്റീവ് ഇക്കണോമിക്സ്, നോർമേറ്റീവ് ഇക്കണോമിക്സ്. എന്താ പോസിറ്റീവ് ഇക്കണോമിക്സ്? എക്കണോമിക് പ്രോബ്ലം അനലൈസ് വാട്ട് ഈസ്, എന്താണെന്ന് അനലൈസ് ചെയ്താൽ പോസിറ്റീവ്. അവിടെ ജഡ്ജ്മെന്റ് ഇല്ല. ഇവിടെയാണെങ്കിലോ വാട്ട് ഓട്ട് ടു ബി, ഒരു പ്രോബ്ലം എന്തായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ പാടുള്ളൂ, നമ്മൾ അനലൈസ് ചെയ്യില്ലേ, അതാണ് നോർമേറ്റീവ്. അവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്, കാരണം ഇങ്ങനെ ആകാൻ പാടുള്ളൂ, നമുക്ക് മുൻകൂട്ടി മുൻവിധി ഉണ്ട്, അതുകൊണ്ട് അവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഇവിടെയാണെങ്കിലോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് നോ ജഡ്ജ്മെന്റ്. ക്ലിയർ ആയോ? കത്തിയോ? കൈവിശി കാണിച്ചേ. ചിലപ്പോ എക്സാം ചോദിച്ചിട്ടില്ല, ഇതേവരെ എനിക്ക് തോന്നി പോസിറ്റീവ് അങ്ങനെ എക്സാമിന് വന്നിട്ടില്ല. പക്ഷെ മേബി വന്നാൽ തന്നെ ഒരു 2 മാർക്കിന് 1 മാർക്കിനൊക്കെ ആയിരിക്കും വരിക. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ, ഒരു എക്കണോമിക് പ്രോബ്ലം നമ്മൾ എന്താണെന്ന് അനലൈസ് ചെയ്യില്ലേ, എക്കണോമിക് പ്രോബ്ലം വാട്ട് ഈസ് അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഈസ് എന്താണെന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. അപ്പൊ അത് എന്താണ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരിക്കലും അതൊരു ജഡ്ജ്മെന്റ് ഇല്ല. ഫ്യൂച്ചറിസ്റ്റ് മീൻസ് മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നോ വാല്യൂ ജഡ്ജ്മെന്റ്. നോർമേറ്റീവ് അങ്ങനെയല്ല, അത് ഇങ്ങനെ ആയിരിക്കണം, അത് ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയറിൽ പോകാൻ പാടുള്ളൂ, ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളുന്നുണ്ട്. സോ അവിടെ നമുക്ക് എന്താണ്, അവിടെ ജഡ്ജ്മെന്റ് പോസിബിൾ ആണ്. ഓക്കെ പറഞ്ഞു സാർ. 2 points നമ്മുടെ ജോൺസൺ കോയ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. പിന്നെ ഏത് പോയിന്റ്? തേർഡ് വൺ. Positively, it checks if the mechanism is working. Normatively, it checks if the mechanism is needed. ഓക്കെ, അത് ഏതോ വേറെ ടെക്സ്റ്റ് ബുക്കിലാണ് അത് കേട്ടോ, നോക്കട്ടെ അത് കേട്ടോ. 2 points പഠിച്ച 2 മാർക്സിന് വരാറുള്ളൂ കേട്ടോ. ഇതുവരെ വന്നിട്ടൊന്നുമില്ല എക്സാം. ചോദിച്ചത് എനിക്ക് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. ആ ടേബിൾ ആണോ സാർ? തൊട്ട് മുതൽ ടേബിൾ ഒന്ന് കാണിച്ചേക്ക്, എല്ലാവർക്കും കൊടുത്തേക്ക്, എവരി വൺ. ആ ടേബിൾ പഠിക്കാതെ ആരും പോകരുത്, നമുക്കുള്ള ഡിഫറൻസ് ഷുവർ ക്വസ്റ്റൻ ആണ്. സാർ ഇത് ലാസ്റ്റ് ടോപ്പിക് കഴിഞ്ഞില്ലേ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് പറഞ്ഞാൽ കേട്ടോ. ഇപ്പൊ മൈക്രോയും മാക്രോ, മക്കൾ മൈക്രോ മാക്രോ ഗ്രൂപ്പ് ചെയ്യാൻ ചോദിക്കും കേട്ടോ. കുറച്ച് ഐറ്റംസ് തന്നിട്ട് ഇപ്പോ ഇങ്ങനെ ചോദിക്കാം. ടീച്ചറുടെ ഇൻകം, സാലറി ഓഫ് ടീച്ചർ, മൈക്രോ ആണോ മാക്രോ ആണോ? സാലറി ഓഫ് ടീച്ചർ, ഒരു ടീച്ചറുടെ സാലറി മൈക്രോ ആണോ മാക്രോ ആണോ ആര് പറയും? അതുപോലെ തന്നെ ജനറൽ പ്രൈസ് ലെവൽ, ആരെ വിളിക്കാം? ആദ്യത്തെ എന്ന് പറഞ്ഞടാ. നാഷണൽ ഇൻകം പറഞ്ഞ മോനെ. മൈക്രോ. സാലറി ഓഫ് എ ടീച്ചർ, ഒരു ടീച്ചറുടെ സാലറി എന്ന് പറഞ്ഞാൽ അത് മൈക്രോ ആണ്, ചെറുതാണ് അല്ലെ, മൈക്രോ എക്കണോമിക്സ് ആണ്. ജനറൽ പ്രൈസ് ലെവലോ? മാക്രോ. ഓക്കെ, അടുത്ത ആരെ വിളിക്കാം നമുക്ക്? നാഷണൽ ഇൻകം. അഫ്ന, മാക്രോ ആണോ മൈക്രോ ആണോ? പറഞ്ഞോ. മാക്രോ. മാർക്കോ എന്ന് പറഞ്ഞ ആളാരായിരുന്നു? അങ്ങനെ ആരും ഉണ്ടായിരുന്നല്ലോ സാറേ. മാർക്കോ എന്ന് പറഞ്ഞ ആരാ? ധൈര്യപൂർവ്വം ഹാൻഡ് റൈസ് ചെയ്ത് വാ സാറേ. മാർക്കോ പഠിക്കാനുണ്ടോ ആ ചാപ്റ്റർ? GDP മാക്രോ, GDP മാക്രോ. പ്രൈസ് ഓഫ് പെന്നോ? പ്രൈസ് ഓഫ് എ പെൻ.
ഒരു പേനയുടെ വില. മൈക്രോ അറിയാലോ മക്കളെ. ചെറുതാണെങ്കിൽ ഒരു ഒറ്റ യൂണിറ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ മൈക്രോ ആണ്. ഇക്കോണമി ആസ് എ ഹോൾ, ഇക്കോണമി മൊത്തമായി പഠിക്കുകയാണെങ്കിൽ മാക്രോ. ചിലപ്പോൾ കുറച്ച് ഐറ്റംസ് വന്നിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറയും കേട്ടോ, മൈക്രോ മാക്രോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണേ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എഴുതിക്കൊള്ളി നിങ്ങൾ. സെറ്റാണോ? ഒന്ന് കാണിച്ചിക്കണേ. സഫാന് ഇത് ആദ്യമായിട്ട് കാണാൻ പോലെ കണ്ടുപിടിക്കുന്നില്ലേ? ഓക്കെ, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. PPC ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദെയർ റെമ്യൂണറേഷൻ, ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കേട്ടോ. രോഹിത് ഡൗട്ട് ആണോടാ? ടോട്ടൽ കേട്ടില്ലടാ? അത് ഡിഫറൻസ്. ബേർഡ്സ് ഐ വ്യൂ, വേംസ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ എന്താ? മാക്രോ ആണ്. വേംസ്, പുഴുക്കളുടെ പോയിന്റ് ഓഫ് വ്യൂ, മൈക്രോ ആണ്. കേട്ടില്ലടാ? ട്രീസ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. ട്രീസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്രോ ആണ്. ട്രീ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, മരങ്ങൾ മൈക്രോ ആണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാലോ കുറെ മരം ഉണ്ടാവൂലേ, അത് മാക്രോ. സെറ്റ് അല്ലേ? അതല്ല, അത് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ. ഇത് അങ്ങനെയല്ല. ഇത് കുറെ സാധനങ്ങൾ തരും നമുക്ക്, എന്നിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. മൈക്രോ മാക്രോ തരംതിരിക്കാൻ പറയും കേട്ടോ. എക്സാമ്പിൾ ആണത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു. ആർക്കെങ്കിലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മൾ തേർഡ് ചാപ്റ്റർ ഇന്നലെ കഴിഞ്ഞു, ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന് കഴിഞ്ഞു. ഇനി 25 മാർക്കിൽ കൂടുതൽ ചോദിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററിലോട്ടാണ് നമ്മുടെ പോക്ക്. ചില്ലർ ചാപ്റ്റർ അല്ലാട്ടോ മക്കളെ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററിലോട്ട് പോവുകയാണ് സന. അപ്പൊ അതിന് മുമ്പ് സനയ്ക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. സന ദുബായിലെത്തി തോന്നുന്നു. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി ഡിഫറൻസ് പഠിപ്പിച്ചില്ലേ? ടേബിള്, സോഷ്യലിസ്റ്റ് ഇക്കോണമി. അതിന്റെ ആ ടേബിളിലെ 3 പോയിന്റ് എഴുതിയാൽ മതി, ഫീച്ചർ ആയിട്ട്, സവിശേഷതയായിട്ട്. സെറ്റല്ലേ? ഓക്കേടാ. എന്താണ് പിന്നെ MS എ? മോനെ MS എ ചോദിച്ചോടാ. കേൾക്കാം, പറഞ്ഞോളൂ. മൈക്രോയില് 3 ചാപ്റ്റർ ഉള്ളൂ എക്സാമിന്, മാക്രോ ഇല്ല. അത് തരത്തിരിക്കാൻ വരും. അപ്പൊ 2 കോളം വരച്ചിട്ട് മൈക്രോ മാക്രോ. മൈക്രോന്റെ അണ്ടറിൽ ഏതൊക്കെയാ വരച്ച് എടുത്ത് എഴുതുക. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിനെ കുറിച്ച് പഠിക്കില്ല. ഒരു ടീച്ചറുടെ സാലറി, ഒരു പേനയുടെ വില, ഒരു പേനയുടെ ഡിമാൻഡ്, ഒരു സ്ഥാപനത്തിന്റെ ഡിമാൻഡ്, അങ്ങനെ ഒന്നിനെ കുറിച്ചാണെങ്കിൽ മൈക്രോ. നാഷണൽ ഇൻകം, ദേശീയ വരുമാനല്ലേ, അത് മാക്രോ. അത് മൊത്തമല്ലേ വരിക? മനസ്സിലായ? കത്തിയ? ടോട്ടൽ എക്സ്പോർട്ട് ക്ലാസ്സില് ക്ലാസിഫൈ ചെയ്യുന്ന ഡൗട്ട് വരുമോ? അത് ചോദിച്ച ഏതൊക്കെ പോയിന്റാ? ഏതൊക്കെയാ? അപ്പൊ കറക്കി കുത്തിയാ മതി. അക്കിയിലോല, പൂവും കുത്തി, കണ്ണിലോല, ക്ലിം. കേട്ടോ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോയാലോ? അപ്പൊ അതിന് ബ്രേക്ക് വേണോ? എന്നാ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരൂ. ചായ കുടിച്ച് ഉഷാറായിട്ട് വരണം. 20 മാർക്കിന് മേലുണ്ട് കേട്ടോ. വേഗം വീഡിയോ ആണ് കേട്ടോ. വേഗം മൈക്രോ എക്കണോമിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എന്നും കൂടി ഉണ്ട് ഈ ചാപ്റ്ററിൽ. 2 സെക്ഷൻ ആയിട്ടാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കും. നന്നായി പഠിച്ചിട്ട് തന്നെ പോവുക. ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ നോക്കുക. ഓരോ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുക കേട്ടോ.
യെസ്, അതിൽ ആദ്യം നമ്മളെ യൂട്ടിലിറ്റി നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒരു 1 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. യൂട്ടിലിറ്റി എന്താ? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. കണ്ടോ, പ്രനോഷൻ ഇപ്പോ ഒരു ഗ്ലാസ് പായസം കുടിച്ചപ്പോൾ എന്താണോ സംതൃപ്തി കിട്ടിയത് അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയാം. മനസ്സിലായ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് ഒരു വസ്തു കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ്, സംതൃപ്തിനെ എക്കണോമിക്സിൽ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി. ക്ലിയർ ആണെങ്കിൽ ഈശി കാണിച്ചേ. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നിയെങ്കിൽ ചായ കുടിക്കാം, അല്ലെങ്കിൽ പ്രണോഷിനെ പോലെ നിങ്ങൾക്ക് പാലട കുടിക്കാൻ തോന്നിയെങ്കിൽ പാലട കുടിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് പ്രണോഷ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നിനക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ? എത്ര യൂട്ടിലിറ്റീസ് കിട്ടി? ഒരു ഗ്ലാസ് കുടിച്ചുള്ളൂ. നീ നേരത്തെ കുടിച്ചിട്ടില്ല, ഇന്ന് കുടിച്ചിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് കുടിച്ചത്. അപ്പൊ നല്ലോണം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ മക്കളെ, അപ്പൊ 10 യൂട്ടിൽസ് ആണ് പ്രണോഷന് പാലട കുടിച്ചപ്പോ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഒരു വസ്തു, ഒരു കമോഡിറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയാ. അത് അളക്കുന്നത് യൂട്ടിൽസിലാണ് കേട്ടോ. യൂട്ടിൽസ്, UTILS. ഈ യൂട്ടിലിറ്റി അളക്കാനായിട്ട് നമുക്ക് 2 അപ്രോച്ചുകൾ നമുക്ക് മുൻപിലുണ്ട്. ഏതൊക്കെ 2 അപ്രോച്ചുകൾ? യൂട്ടിലിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള 2 അപ്രോച്ച് ഏതൊക്കെയാ? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. മക്കളെ ഓർത്ത് വെച്ചോളൂ, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും. എന്താ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞാല്? ആരെ വിളിക്കാം? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. യൂട്ടിലിറ്റി അളക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലടാ? അല്ലെ, യൂട്ടിലിറ്റി അളക്കുന്ന എന്തിലാ മോനെ? നമ്പറായിട്ട്. വെരി ഗുഡ്. അപ്പൊ ഓർഡിനല്ലോ? റാങ്ക്. അപ്പൊ OR എന്ന് ഓർത്ത് വെക്കുക അല്ലെ. OR എന്ന് കേട്ടിട്ടുണ്ടോ? ഓർ അല്ലെ. അപ്പൊ ഓർഡിനൽ റാങ്ക് പഠിച്ചു വെച്ചോളൂ മക്കളെ, തെറ്റിപ്പോവരുത് കേട്ടോ. ഓർഡിനൽ റാങ്ക്, കാർഡിനൽ നമ്പേഴ്സ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. ഒരു കമോഡിറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയാ. അളക്കുന്ന 2 അപ്രോച്ചുകളുണ്ട്. 2 രീതിയിലാണ് കാർഡിനൽ യൂട്ടിലിറ്റി അല്ല യൂട്ടിലിറ്റി അളക്കുക. കാർഡിനലുണ്ട്, ഓർഡിനലുണ്ട്. കാർഡിനലിൽ യൂട്ടിലിറ്റി അളക്കുന്ന നമ്പറിലാണെങ്കിൽ ഓർഡിനലിൽ യൂട്ടിലിറ്റി അളക്കുന്നത് റാങ്കിലാണ്. ക്ലിയർ ആയോ? ഒന്ന് എനർജറ്റിക് ആയിട്ട് വീശി കാണിച്ചില്ല. ഒരു കാർഡിനലും ഓർഡിനലും സെറ്റ് ആണെങ്കിൽ യെസ്, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ ആരാന്നറിയോ? ഇൻട്രൊഡ്യൂസ് ചെയ്ത മഹാൻ ആരാ? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ ആരാണ്? സന ആരാ വിളിക്കാം? നമുക്ക് വേറെ നന്ദന ആരാ വിളിക്കാം സാറേ? സാംസൺ അല്ല, സാം ഫെലിക്സ്. മോനെ, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാടാ? ആൽഫ്രഡ് മാർഷൽ. പറഞ്ഞേ, ആൽഫ്രഡ് മാർഷൽ. മക്കളെ, ആൽഫ്രഡ് മാർഷൽ ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തേ? ആരാ വിളിക്കാം? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ? അപർണ. ആരാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? JR ഹിക്സ്. ആരാണ്? JR ഹിക്സ്. കൂട്ടുകാരി വന്നില്ല ഇന്ന്? അതിനെ കാണുന്നേ ഇല്ലേ പരിസരത്ത്? മക്കളെ, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൽഫ്രഡ് മാർഷൽ ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് JR ഹിക്സ് ആണ് കേട്ടോ. ഈ JR ഹിക്സ് അല്ലേ ഇൻഡിഫറൻസ് കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? മക്കളെ, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കൈവശം കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? യെസ്. അപ്പൊ യൂട്ടിലിറ്റി എന്താന്ന് പറഞ്ഞു, കാർഡിനൽ എന്താന്ന് പറഞ്ഞു, ഓർഡിനൽ പഠിക്കാൻ എളുപ്പമായിട്ട് പറഞ്ഞു. OR. ഓർഡിനലില് റാങ്കിലാണ് അളക്കുക, കാർഡിനലിന് നമ്പറിലാണ്. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം സാറേ. നെക്സ്റ്റ് ടോപ്പിക് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, അതിനു മുമ്പ് ഞാൻ ഒരു ടേബിൾ കാണിച്ചു തരാം. ആ ടേബിൾ ഒന്ന് കാണിക്കാമോ? ബ്ലാക്ക് ആക്കുന്നേ കാണിച്ചേക്കുന്നുണ്ട്. മക്കളെ, ഞാൻ ആപ്പിള് കഴിക്കാൻ പോവാണേ. ആപ്പിള് കേട്ടോ, ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ ആപ്പിള് കഴിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ലേ? ഓക്കെ, ശ്രദ്ധിക്ക. സാർ ഒന്ന് പ്ലെയിൻ ആക്കൂ. പ്ലെയിൻ ആക്കി തരൂ, നല്ലത്. നമ്പർ ഓഫ് ആപ്പിൾ. നമ്പർ ഓഫ് ആപ്പിൾ. യെസ്, ആപ്പിൾ കഴിക്കാൻ പോവാണേ. ആപ്പിൾ കുഴപ്പമില്ലല്ലോ മക്കളെ. ആപ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും കഴിച്ച് കാണിച്ചേ. അഭിനയ മിസ് അത് തന്നെയാണ്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് അങ്ങനെ കേട്ടോ. ആരാ? പുഴുവാ? ആപ്പിളിലോ? പുഴുവില്ലാത്ത എന്താ ഉള്ളത് മോനെ?
നമ്പർ ഓഫ് ആപ്പിൾ, മാർജിനൽ യൂട്ടിലിറ്റി, MU എന്നാണ് പറയുക, മാർജിനൽ. മക്കളെ എനിക്ക് ആപ്പിൾ ഒന്നും കഴിച്ചില്ല, അപ്പൊ എനിക്ക് ഒറ്റ സംതൃപ്തി ഇല്ല. ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്കൊരു 20 യൂട്ടിൽസ് കിട്ടി. രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് 18 കിട്ടിയുള്ളൂ. മൂന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോഴോ എനിക്കൊരു 10 കിട്ടിയുള്ളൂ. നാലാമത്തെ ആപ്പിൾ കഴിച്ചപ്പോഴോ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എങ്ങനെയെങ്കിലും ആപ്പിൾ തീർക്കാൻ വേണ്ടി ഞാൻ കഴിച്ചതാണ്. എന്നിട്ട് അഞ്ചാമത്തെ കഴിച്ചു, എനിക്ക് -2 ആണ് സാറ്റിസ്ഫാക്ഷൻ. മക്കളെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ആപ്പിൾ കഴിക്കുമ്പോഴും, ഓരോ ആപ്പിൾ എന്നല്ല, ഓരോ കമ്മോഡിറ്റി എക്സ്ട്രാ കഴിക്കുമ്പോഴും എനിക്ക് കിട്ടുന്ന സംതൃപ്തി, സാറ്റിസ്ഫാക്ഷനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുക. ക്ലിയർ ആണെങ്കിൽ ചോദിച്ചു കാണിച്ച്. യെസ്, ആദ്യത്തെ ഒന്ന് ആപ്പിൾ കഴിച്ചില്ല, അപ്പൊ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോഴോ എനിക്ക് 20 സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കാരണം കുറെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആപ്പിൾ കഴിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ആപ്പിൾ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം ആക്രാന്തം കൊണ്ട് കഴിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, നല്ലൊരു സംതൃപ്തി കിട്ടി. മനസ്സിലായോ? രണ്ടാമത് ആപ്പിൾ വീണ്ടും കഴിച്ചു ഞാൻ. അപ്പോഴോ മുൻപ് കിട്ടിയ അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ രണ്ടാമത് കഴിക്കുമ്പോൾ? ആരെ വിളിക്കാം? എടാ പ്രണോഷെ, ഒന്നാമത്തെ ഗ്ലാസ് പായസം കുടിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സംതൃപ്തിയാണോ രണ്ടാമത്തെ ഗ്ലാസ് പായസം കുടിക്കുമ്പോൾ കിട്ടുക? അബദ്ധമായി പോയല്ലോ പായസം കുടിച്ച്. അല്ലേ പ്രണോഷെ? എടാ നിനക്ക് ഒരു ഗ്ലാസ് പായസം കൂടി തന്നാല് മുമ്പ് കിട്ടിയ അതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഇനി പായസം ഉണ്ടോ വീട്ടില്? ഉണ്ട്. അപ്പൊ രണ്ടാമത് ഗ്ലാസ് നിനക്ക് തരുമ്പോഴ് ഫസ്റ്റ് കഴിച്ച അതേ സംതൃപ്തി കിട്ടുമോ സെക്കൻഡ് കഴിക്കുമ്പോ? കിട്ടൂല. കുറയോ കൂടോ? മൂന്നാമത് തന്നാലോ? അമ്മ മൂന്നാമത്തെ ഗ്ലാസ് തന്നാലോ? മൂന്നാമതൊരു ഗ്ലാസ് കൂടി തന്നാലോ അമ്മ? തല ഇറങ്ങോ? ആർക്കമ്മയ്ക്ക്? നാലാമത് കഴിച്ചാലോ? അതായത് നമുക്കൊരു ഒരു പരിധി ഉണ്ട്. ശരിയല്ലേ പ്രണോഷേ? അല്ലേ? അത് നമ്മള് അധികം നമുക്ക് കഴിക്കാൻ പറ്റും. കഴിക്കും തോറും സംതൃപ്തി എന്താവും മോനെ പ്രണോഷേ? കുറഞ്ഞു വരും. അത് പായസം എന്നല്ല, ഇപ്പൊ കുഴിമന്തി വാങ്ങി തന്നാൽ അങ്ങനെ തന്നെയാ. ശരിയല്ലേ മക്കളെ? ആണോ? ഒന്ന് കൈവശിക്കുന്ന എന്ത് സാധനം കഴിക്കുമ്പോഴും അങ്ങനെയാണ് മക്കളെ. അധികം കഴിക്കാൻ നമുക്ക് പറ്റൂല. നമുക്ക് ഫസ്റ്റ് കഴിക്കുന്ന അത്ര സംതൃപ്തി നമുക്ക് സെക്കൻഡ് കഴിക്കുമ്പോൾ ഒരിക്കലും കിട്ടൂല. അത് പായസം ആയിക്കോട്ടെ, കുഴിമന്തി ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ഓറഞ്ച് ആയിക്കോട്ടെ, എങ്ങനെയാണ് എല്ലാം അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. അപ്പൊ ഓരോ ആപ്പിൾ കഴിക്കുമ്പോൾ ഇങ്ങനെ സംതൃപ്തിനെ കുറഞ്ഞു വരില്ലേ? യെസ്, ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെ കാണാം? ടോട്ടൽ യൂട്ടിലിറ്റി ഞാൻ പറഞ്ഞുതരാം, TU. അപ്പൊ ഓരോ യൂണിറ്റ് കഴിക്കുമ്പോഴും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് മാർജിനൽ കേട്ടോ. അപ്പൊ ആദ്യത്തെ 0 തന്നെ എഴുതാം. 0 + 20 20, 20 + 18 38, 38 + 10 48, 48 0 ഒന്നും കിട്ടിയില്ല. അപ്പൊ 48 46. കത്തിയെങ്കിലും കഴിച്ച് കാണിച്ചേ. അതായത് ഓരോ ആപ്പിളുകളും കഴിക്കുമ്പോൾ കിട്ടിയ ടോട്ടൽ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ആണ് ടോട്ടൽ യൂട്ടിലിറ്റി. ക്ലിയർ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും ക്ലിയർ ആയോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച അഫ്ന. എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. ഇനി ഒരു ലോ പറയാം, ഒരു നിയമം പറയാം. ലോ നന്നായി ശ്രദ്ധിച്ചോ. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ചോദിച്ചതല്ലോ. ഏതൊരു കമോഡിറ്റിയും ഭൗമിക്ക്, ഏതൊരു സാധനവും തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ സംതൃപ്തി കുറഞ്ഞു വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ആരെ വിളിക്കാം? അഭിമന്യു പറഞ്ഞടാ. വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ഏതൊരു സാധനവും എന്താ വയ്യ നിനക്ക്? പനിയാണോ? എന്തു പറ്റി? തൊണ്ടവേദന ഉണ്ടോ? പിന്നെ സൗണ്ടിന് മാറിയിരിക്കുന്നു. നീർവീഴ്ചയാണ്. വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞു ഒന്ന്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സംതൃപ്തി എന്ന് പറയേണ്ട കഷ്ടപ്പെട്ട്. അപ്പൊ ഓരോ കമ്മോഡിറ്റി നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ എന്താവും? സാറ്റിസ്ഫാക്ഷൻ അശ്വന്നാ കുറഞ്ഞു വരും.
അതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ. ആ ലോ ഒന്ന് കാണിച്ച സാറേ, ഗൂഗിളെ ശ്രദ്ധിച്ചിരുന്നോടാ. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ? കണ്ടോ, വെൻ എ കൺസ്യൂമർ കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് സെയിം കമോഡിറ്റി ഹിസ് ഓർ ഹെർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഗോസ് ഓൺ ഡിക്രീസിങ്. കണ്ടോ, ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യുക, ഉപയോഗിക്കുക, എന്ത് കൂടുതൽ കൂടുതൽ ഒരേ സാധനം തന്നെ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവന്റെ സാറ്റിസ്ഫാക്ഷൻ ഡിക്രീസ് ആയി വരുന്നതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുക. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. അപ്പൊ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? അത് സെയിം കമോഡിറ്റി ആയിരിക്കണം കേട്ടോ മക്കളെ. ആപ്പിൾ കഴിച്ച് ഓറഞ്ച് കഴിക്കാൻ പാടില്ല, ഓറഞ്ച് കഴിച്ച് പേരക്ക കഴിക്കാൻ പാടില്ല. മനസ്സിലായോ? ഒരേ കമോഡിറ്റി തന്നെ കണ്ടിന്യൂസ്ലി കഴിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരിക. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അഭിനയ എം.എസ്.എ ക്ലിയർ ആയോ? ഡൗട്ട് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. സഫാനെ ക്ലിയർ? സഫാൻ എവിടെയായിരുന്നു തുറന്നേരം? സഫാൻ അൺമ്യൂട്ട് ചെയ്തോ. എവിടെയായിരുന്നു ഇത്ര നേരം? ഉറപ്പാണോ? വീഡിയോ ഓഫ് ആയിരുന്നോ? എന്തായിരുന്നു വീഡിയോ ഓഫ് ചെയ്തിട്ട് പരിപാടി? എന്ത് കഴിക്കാനാ പോയത്? എന്ത് ചായ കുടിക്കാൻ 10 മിനിറ്റ് പോരെ നിങ്ങക്ക്? അപ്പൊ പിന്നെന്താണ് ഈ ലോ എന്ന് പറഞ്ഞ? എന്താ ലോ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ? ഓറഞ്ചും ആപ്പിളും ഉണ്ടോ? ആപ്പിള് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ പിന്നെ 0 ആവും, പിന്നെ നെഗറ്റീവ് ആവും അല്ലെ? അപ്പൊ അങ്ങനെ കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇതൊക്കെ ഉണ്ടോ കയ്യില്? നോട്ടുണ്ടോ? എവിടെ കാണിച്ച്? എന്തായാലും നോട്ടുണ്ടോന്ന് കാണിച്ചാൽ മതി. എന്നെ കാണിച്ച്. അതെ, എവിടെയോ കിടക്കാൻ നോട്ട്. ഇത് റേഡിയോ കേൾക്കണ പോലെ കേട്ടോണ്ടിരിക്കുക, ശബ്ദരേഖയോ ഇത്? ഓക്കെ മക്കളെ, നോട്ടൊക്കെ എടുത്ത് വെച്ച് പഠിക്കുക. ഗൂഗിളെ ക്ലിയർ ആയോടാ? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ക്ലിയർ ആയി? ഗൂഗിൾ ഗിരീഷ് സെറ്റാണോ? ഒരേ സാധനം തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ സംതൃപ്തി കുറഞ്ഞു വരുന്ന അവസ്ഥേനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. കൺസംഷൻ ബണ്ടിൽ, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്, ബഡ്ജറ്റ് സെറ്റ്. കേട്ടനായിച്ചോ? കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ കോമ്പിനേഷനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാ. കൺസംഷൻ ബണ്ടിൽ എന്താ സഫാനെ? വേഗം അൺമ്യൂട്ട് ചെയ്തേ. ഏതൊരു കൺസ്യൂമറും കടയിൽ പോയിട്ട് 2 സാധനങ്ങൾ വാങ്ങണം, അതിന്റെ അളവിനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. അവനില്ലെന്ന് മനസ്സിലാക്കാൻ കളഞ്ഞിട്ട് മക്കള് വീഡിയോ ഓഫ് ചെയ്തിട്ട് ക്ലാസ്സിലിരിക്കുന്നത് പറ്റൂല. മോഹൻ സഫാനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് വീഡിയോ ഓഫ്? എത്ര നാളായി ഇത് വയ്യായതോടെ കഴിയുന്ന 2 സാധനങ്ങളുടെ അളവില്ലേ? ഞാൻ കടയിൽ പോയിട്ട് 5 കിലോ ആപ്പിൾ 2 കിലോ ഓറഞ്ച് വാങ്ങി, അതാണ് കൺസംഷൻ ബണ്ടിൽ. ക്ലിയർ ആയും കഴിച്ച് കാണിച്ച്. അപ്പൊ ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ അളവിനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുക. സെറ്റാണോ? കഴിച്ച് കാണിച്ചേ. അപ്പൊ എന്താ കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ 50 രൂപ 500 രൂപ കൊണ്ടാണ് ആപ്പിളോ ഓറഞ്ച് വാങ്ങാൻ പോയത്, കടയിൽ പോയത്. മനസ്സിലായി? എത്ര രൂപ കൊണ്ടാ? 500 രൂപ കൊണ്ട്. അങ്ങനെ ഒരു ഉപഭോക്താവിന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടി ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ പോക്കറ്റിലുള്ള ഇൻകത്തിനെയാണ്, വരുമാനത്തിനെയാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് അഥവാ എം എന്ന് പറയാം, മണി. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ഒരു കൺസ്യൂമറിന് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ അളവിനെ കൺസംഷൻ ബണ്ടിൽ എന്നും, ഒരു കൺസ്യൂമറിന് വാങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കൺസ്യൂമറിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻകത്തിനെ, വരുമാനത്തിനെ കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയും. ക്ലിയർ? സെറ്റ് ആണോ? അതെ ക്ലിയർ? കെയ്ത്തെ ക്ലിയർ ആണോ? ഡൽജു അല്ലേ? അത് ബഡ്ജറ്റ് സെറ്റ്. അടുത്ത ബഡ്ജറ്റ് സെറ്റ് ആണ്. ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ബഡ്ജറ്റ് സെറ്റ്, ഇറ്റ് മീൻസ് ദ set of all consumption bundles that a consumer can purchase given her income. കണ്ടോ? given her or his income.
ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്. മക്കളെ, ഒരു ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ച് അവൻ എങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങാം അതിന്റെ കോമ്പിനേഷനെയാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയാം. എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറയുകയാണെ, നമ്മളൊരു 20 രൂപ കൊണ്ട് നമ്മൾ കടയിൽ പോയി. എത്ര രൂപ കൊണ്ട് പോയി? 20 രൂപ കേട്ടോ. എത്ര രൂപ കൊണ്ടാണ് പോയത്? 20 രൂപ കൊണ്ട് കടയിൽ പോയി. 2 സാധനങ്ങൾ വാങ്ങാനാണ് പോയത്, ഗുഡ് 1ഉം ഗുഡ് 2ഉം. ഓക്കെ അല്ലേ? അപ്പൊ എം എന്ന് പറഞ്ഞ ഇങ്കാണ്. അപ്പൊ എം എത്രയാ? 20 രൂപ. ഒന്നാമത്തെ സാധനത്തിന്റെ വില P1, ഒന്നാമത്തെ സാധനത്തിന്റെ വില 2 രൂപയാന്ന് വിചാരിക്കുക. രണ്ടാമത്തെ സാധനം P2 4 രൂപ. നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങാം? ഒന്നും വാങ്ങാതെ തിരിച്ചു വരാം. 0 അതായത് ഒന്നാമത്തെ സാധനം ഒന്നും വാങ്ങിയില്ല, രണ്ടാമത്തെ സാധനം ഒന്നും വാങ്ങിയില്ല. ക്ലിയർ ആയോ? സെറ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് എങ്ങനെ വാങ്ങാം? 0-1 വാങ്ങിക്കൂടെ? 0-1 വാങ്ങിക്കൂടെ? ഒന്നാമത്തെ സാധനം ഒന്നും വാങ്ങിയില്ല, രണ്ടാമത്തതോ ഒരെണ്ണം വാങ്ങി, അപ്പൊ 4 രൂപ ചെലവായി. രണ്ടാം സ്ഥാനത്ത് 4 രൂപയല്ലേ വില, അപ്പൊ 4 രൂപ ചെലവായി. ഇനി 0-2 വാങ്ങിക്കൂടെ? 4 × 2 8 രൂപയല്ലേ അവള്, ഇപ്പൊ 20 രൂപ കയ്യിലുണ്ടല്ലോ. ക്ലിയർ ആയോ? കത്തിയോ? കൈവീശി കാണിച്ചേ. യെസ്. ഇനി 0-3 3 4 12 രൂപയെ ചെലവാവുള്ളൂ, വാങ്ങാം. 0-4 4 4 16 വാങ്ങാം. 0-5 5 4 20 വാങ്ങാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വാങ്ങാം. 1-0 2-0 3-0. കണ്ടോ? അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുമോ നമ്മുടെ കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ച്. കണ്ടോ? നമ്മുടെ കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന എല്ലാ ബണ്ടിലിനെയും നമുക്ക് എന്ത് വിളിക്കാം? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ഇത് തന്നിട്ട് ബഡ്ജറ്റ് സെറ്റ് ഉണ്ടാക്കാൻ പറയും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറിയാവുന്ന പോലെ കുറച്ച് ബഡ്ജറ്റ് സെറ്റ് ഉണ്ടാക്കി വയ്ക്കും. സെറ്റാണോ? എല്ലാവരും 20 രൂപ കൊണ്ട് കടയിൽ പോയാൽ 2 സാധനങ്ങളാണ് തന്നേക്കുന്നത്. P1ഉം P2 തന്നിട്ട് 2 രൂപയും 4 രൂപയും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. 00 01 02 03 അങ്ങനെ വാങ്ങാം. ഓക്കെ. അമൽദാസ് എനിക്ക് കേട്ടില്ലേ? അമൽദാസ് എടുത്തപ്പോ തൊട്ട് അമൽദാസേ വിളിക്കാനെ. എടാ 20 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. എത്ര സാധനം വാങ്ങണം? 2 എണ്ണം വാങ്ങും. ഒന്നാമത്തെ സാധനത്തിന്റെ വില എത്ര രൂപയാ? രണ്ടാമത്തെ സാധനത്തിന്റെ വിലയോ? 4 രൂപ. നമ്മൾ 2 സാധനം ഒന്നും വാങ്ങിയില്ല, അപ്പൊ 0 ഒന്നും വാങ്ങിയില്ല. സെറ്റ് അല്ലേ? ഇനി ഒന്നാമത്തെ സാധനം നമ്മൾ ഒന്നും വാങ്ങിയില്ല, പക്ഷെ രണ്ടാമത്തെ എത്ര എണ്ണം വാങ്ങി? അപ്പൊ നമുക്ക് എത്ര രൂപ ചെലവാകും? രണ്ടാമത്തെ സാധനം 4 രൂപയില്ല, അപ്പൊ 4 രൂപയെ ചെലവാവുള്ളൂ. 20 രൂപ ഉണ്ടല്ലോ, വാങ്ങാലോ. ഓക്കെ അല്ലേ? ഇനി 0-2 അപ്പൊ നമ്മള് ഒന്നാമത്തെ ഒന്നും വാങ്ങിയില്ല, രണ്ടാമത്തെ 2 എണ്ണം വാങ്ങി, അപ്പൊ 2 × 4 8 രൂപയെ ചെലവാവുള്ളൂ, വാങ്ങാലോ. ഇവിടെ 3 × 4 12 രൂപ ചെലവാവുള്ളൂ, വാങ്ങാം. 4 × 4 16, 5 × 4 20 രൂപ. ഇനി 6 പറ്റുമോ? നമുക്ക് 0-6 എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം 6 4 24 ആവും. നമ്മുടെ കയ്യിൽ ആകെ 20 അല്ലേ ഉള്ളൂ. സെറ്റായോ? യെസ്. ഇനി നമുക്ക് എങ്ങനെ വാങ്ങാം? ഇനി വേറെ തിരിച്ചു വാങ്ങാം. 20 രൂപയോ 20 രൂപയ്ക്ക് താഴെയോ വരണം, ആവാൻ പാടില്ല. കാര്യം ആകെ 20 രൂപയല്ലേ കയ്യിലുള്ളൂ. മേടിക്കാം. അപ്പൊ 1ഉം 2ഉം എടുക്കാൻ വേണമെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വാങ്ങാം. എങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും അതൊക്കെ എഴുതാം. പക്ഷെ 20 രൂപയിൽ മുകളിൽ പോകാൻ പാടില്ല കേട്ടോ. അദ്വൈത് ക്ലിയർ ആയി? അദ്വൈത് കൃഷ്ണ ക്ലിയർ? യെസ്. കൃഷ്ണൻ ഉണ്ണി ചോദിച്ച മോനെ. ഈക്വൽ ആയിട്ട് വാങ്ങുന്നത് ബഡ്ജറ്റ് ലൈൻ. ഈക്വൽ ആയിട്ട് വരുന്ന ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ബഡ്ജറ്റ് ലൈൻ. ഇത് ബഡ്ജറ്റ് സെറ്റാ. ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിലുള്ള വരുമാനത്തിന് നമുക്ക് എങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങാം കേട്ടോ. സെറ്റായില്ലേ? അടുത്ത ആള് ലിസ ചോദിച്ച മോനെ. പറയണ്ടെന്ന് പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ? കിട്ടിയില്ലേ? എന്താ പറയണ്ടേ? അത് ഞാൻ അടുത്ത് വരുന്നുണ്ട്, പറഞ്ഞുതരാം. ബഡ്ജറ്റ് സെറ്റ് മനസ്സിലായോടാ? 20 രൂപയ്ക്കോ 20 താഴെയോ വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകൾ. ഇങ്ങനെ കോമിറ്റൊക്കെ എഴുതാം. 20 രൂപയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല. ക്ലിയർ? ഓക്കെ സെറ്റ്. അടുത്തത് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് പറഞ്ഞിട്ട് ബഡ്ജറ്റ് ലൈൻ ഞാൻ പറഞ്ഞുതരാം. ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. എന്താ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്? മക്കളെ, ബഡ്ജറ്റ് കൺസ്ട്രെയിന്റിന് ഇക്വേഷൻ എഴുതാൻ പറയും. അപ്പൊ P1 x1 എഴുതണ്ട കേട്ടോ. P1 ആണത് പഠിച്ചോ. P1 x1 പ്ലസ് P2 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഇതാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ചോദിച്ചാൽ ഇക്വേഷൻ ആണ്, കാണാതെ പഠിക്കണം. കൺസ്ട്രെയിന്റ് എഴുതാൻ പറയും. കൺസ്ട്രെയിന്റ്. ഇനി ബഡ്ജറ്റിൽ ലൈൻ ഇക്വേഷൻ പറയും. ബഡ്ജറ്റ്
ലൈൻ ഇക്വേഷൻ ഏതാണെന്ന് ചോദിക്കും. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ P1x1 പ്ലസ് P2x2 ഈക്വൽ ടു എം വരും. ഇവിടെ ഇതിന് പകരം എന്ത് വരും? ഈക്വൽ ടു കൊടുത്താൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താൽ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. ക്ലിയർ ആയ ഇക്വേഷൻ ഓർത്തേക്കിനെ? ഓക്കെ ആണോ? നോട്ട് ചെയ്ത് വെച്ചോ. ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ P1x1 പ്ലസ് P2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. P1x1 പ്ലസ് P2x2 ഈക്വൽ ടു എം ആണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ കേട്ടോ. സാർ അത് കാണിക്കുമോ? നോക്കിക്കോ, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ P1x1 പ്ലസ് P2x2 ഈക്വൽ ടു എം. ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? It is a line joining all the consumption bundle in which the consumer spend his entire income is known as budget line. കേട്ടോ ഗ്ലിസ? അതായത് നമ്മുടെ കയ്യിലുള്ള വരുമാനം മൊത്തം ഉപയോഗിച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ സാറേ എക്സാമ്പിൾ ഈ ബഡ്ജറ്റ് ലൈൻ ഒന്ന് മാറ്റാമോ? ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ, ഇത് മാറ്റിക്കും. M20 ആണ്, P1 2 P2 4. 20 രൂപയ്ക്ക് തുല്യമായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങാം? 0.5 20 രൂപയല്ലേ മക്കളെ ചിലവാവാ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. കണ്ട, I4 20. ഒന്നാമത്തെ സാധനം നമ്മൾ ഒന്നും വാങ്ങിയില്ല, രണ്ടാമത്തെ സാധനം നമ്മൾ 5 എണ്ണം വാങ്ങി. രണ്ടാമത്തെ സാധനത്തിന് വില 4 രൂപയല്ലേ ഗൂഗിളെ? രണ്ടാമത്തെ സാധനത്തിന് വില 4 രൂപയല്ലേ? അപ്പൊ 5 എണ്ണം വാങ്ങുമ്പോൾ I4 20 രൂപ. ശരിയാണോ? ശരിയാണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. കൈവീശി കാണിച്ചേ. എനർജറ്റിക് ആയിട്ട് കൈവീശ്. ഇനി എങ്ങനെ വരാം? ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരാം. 10 2 20 0. ഇങ്ങനെ വാങ്ങിക്കൂടിയ മക്കളെ? വാങ്ങാലോ. അപ്പൊ 2 രൂപയാണ് ഒന്നാമത്തെ സാധനത്തിന്റെ വില. 10 × 2 20 രൂപ. ശരിയാണോ? കൈവീശി കാണിച്ചേ. കൈവീശിക്കേ. ഇങ്ങനെ വാങ്ങാം. ഇനി നമുക്ക് വേണമെങ്കിൽ 2 ഈ 2 4 4 4 16 20 രൂപയല്ലേ? നോക്കി, ഒന്നാമത് ഞാൻ 2 എണ്ണം മേടിച്ചു, അപ്പൊ 2 × 2 4 രൂപയായി. പ്ലസ് രണ്ടാമത് 4 എണ്ണം മേടിച്ചു, 4 × 4 16 രൂപ. അപ്പൊ 16 + 4 20 രൂപയായില്ലേ? ആണെങ്കിൽ കൈവീശി കാണിച്ചേ. കൈവീശി കാണിച്ചേ. ഭരത്തെ ക്ലിയർ ആയോ? ഇത് നമുക്ക് ഒന്നാമത്തെ സാധനം ഞാനൊരു 3 4 12 4 എണ്ണം മേടിച്ചു. 4 2 8. ഇത് 3 വന്നു. 3 4 12. 8 + 12 20. ക്ലിയർ ആയോ? എത്തിയോ? അപ്പൊ അങ്ങനെ 20 രൂപയ്ക്ക് എമ്മിന് തുല്യമായിട്ട് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളില്ലേ? ഇവയെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രാഫിൽ വരച്ചിട്ട് ഈ പോയിന്റുകളൊക്കെ പ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ലൈൻ വരയ്ക്കും. ഇതാണ് ബഡ്ജറ്റ് ലൈൻ. കാണിച്ചേ. അപ്പോ എമ്മിന്, നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിന് ഈക്വൽ ആയിട്ട് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ബഡ്ജറ്റ് ലൈൻ. ക്ലിയർ? കൈവീശി കാണിച്ച എനർജറ്റിക് ആയിട്ട്. എനർജി പോരാ. It is a line joining all the consumption bundle in which the consumer spend his entire income. ചന്ദന എന്ന് പറഞ്ഞേ, എന്താ ബഡ്ജറ്റ് ലൈൻ? പറഞ്ഞ ചന്ദന ചിരിച്ചിരിക്കോ? പറഞ്ഞ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞേ. എന്താ ബഡ്ജറ്റ് ലൈൻ? പറഞ്ഞോ ചന്ദന, വേഗം പറയും. അൺമ്യൂട്ട് ചെയ്യൂ ചന്ദന. ബഡ്ജറ്റ് ലൈൻ എന്താ? എന്തായിരുന്നു ഫോണിൽ കളിച്ചോണ്ടിരുന്നത്? എന്താ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞേ? ഒരു കൺസ്യൂമറിന്റെ കയ്യിലുള്ള ഇൻകം എൻറ്റയർ ആയിട്ട് മൊത്തമായിട്ട് ഉപയോഗിച്ച് അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന കൺസംഷൻ ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. രോഹിത്തെ ഡൗട്ട് ചോദിച്ചോ? ആഡ് ചെയ്യണം. ഇതാണോ? ഇതോ? ഇത് ബഡ്ജറ്റ് സെറ്റ് അല്ലേ? ഇത് ഓരോന്നും കിട്ടുമ്പോ നമുക്ക് ഇൻഡു ചെയ്ത് നോക്കിയാലല്ലേ എമൗണ്ട് കിട്ടുള്ളൂ. ഇപ്പൊ 0 എന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങിയില്ല, രണ്ടാമത്തെ ഒരെണ്ണം വാങ്ങി. അപ്പൊ രണ്ട് സെയിം തന്നെയാടാ. ഇത് രണ്ടിനും കൂടി കൂട്ടി കിട്ടണ്ടേ എമൗണ്ട്. ഇവിടെ 0 ആയതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അത് 0 ആയിരിക്കുമല്ലോ. കത്തിയില്ല. അവിടെ 0.5 എന്ന് പറഞ്ഞ എന്താ അർത്ഥം? 0.5 എന്ന് പറഞ്ഞ ആദ്യത്തിൽ ഒന്നും വാങ്ങിച്ചില്ല, അപ്പൊ നമുക്ക് ആദ്യത്തിന്റെ വില 0 ആണ്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. രണ്ടാമത് എത്ര എണ്ണം വാങ്ങി? അപ്പോ 5 × രണ്ടാമത്തിന്റെ വില എത്രയാ?
4 അപ്പൊ I4 20. I4 20. അപ്പൊ 20 + 0 20. കത്തിയാ? ആ അപ്പൊ ഇവിടെ 10 0. ആ അതിന് മുകളിലും പോകാൻ പാടില്ല, താഴെയും പോകാൻ പാടില്ല. മുകളിലും താഴെയും പോവാതെ അതിന് ഈക്വൽ ആയിട്ട് വന്നാൽ അവയെ തമ്മിൽ ജോയിൻ ചെയ്ത കർവാണ് ബജറ്റ് ലൈൻ. സെറ്റ്. സന ചോദിച്ചോളൂ. അതൊരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. P1x1 + P2x2 < M കേട്ടോ. ഈക്വൽ ടുവിന് വരാം < ചെയ്താ കേട്ടോ സന. ഓക്കെ മക്കളെ, ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു ചിലപ്പോൾ 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ബജറ്റ് ലൈൻ ഇക്വേഷൻ അറിയാലോ. P1x1 + P2x2 = M. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കാണാം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കാണാം, സ്ലോപ്പ് എങ്ങനെ കാണാം. വേഗം ഇക്വേഷൻ പഠിച്ചോ. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. വേഗം ആയിക്കോട്ടെ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് M/P1. ഇക്വേഷൻ കഴിഞ്ഞോ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് M/P1, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് M/P2, സ്ലോപ്പ് കാണാൻ -P1/P2, -P1/P2. മക്കളെ എല്ലാവരുടെ ഇക്വേഷൻ കഴിഞ്ഞവർ ഹാൻഡ് റൈസ് ചെയ്തേ. ഇതാരാ സാറേ? അഭിജിത്ത് മോനെ ചോദിച്ചോടാ, പറഞ്ഞുതരാം. ബജറ്റ് ലൈൻ എന്താന്ന് ചോദിക്കാം. ബജറ്റ് ലൈൻ മനസ്സിലായല്ലോ. ഇത് ലൈൻ ജോയിനിങ് ഓൾ ദ കൺസംഷൻ ബണ്ടിൽ ഇൻ വിച്ച് ദ കൺസ്യൂമർ സ്പെൻഡ് ഹിസ് എൻറ്റയർ ഇൻകം. അതങ്ങനെ ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ ആർക്കെങ്കിലും പഠിച്ചു കഴിഞ്ഞവരാണോ സാർ ഇത്? പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്ത ഫുൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞവർ വേഗോട്ടെ. കുറെ പേരുടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം ചെയ്ത് കാണിക്കാം. കഴിയാത്തവർ വേഗം പഠിക്കും. വേഗോട്ടെ എന്നിട്ട് ക്വസ്റ്റ്യൻ കാണിക്കും. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാ. M = 50. M = 50. P1 = M = 60 കൊടുക്കാം മക്കളെ. 60 കൊടുത്തു. M 60 60 രൂപ, P1 20 രൂപ, P2 10 രൂപ. Question A. Find the budget line equation. Budget line equation. Question B. Find the horizontal intercept. HI എന്ന് പറഞ്ഞാൽ horizontal intercept ആണ് മക്കളെ. Horizontal intercept. Horizontal intercept. And VI. VI എന്ന് പറഞ്ഞാൽ എന്താ? Vertical intercept. C question. What is the slope of budget line? What is the slope of budget line? Budget line ചരിവ് എത്രയാണ്? D question. Draw the budget line. Draw the budget line. Budget line വരയ്ക്കുക. Draw the budget line. മക്കളെ ഇത് രണ്ടും ഇല്ലാതെ ഇത് മാത്രം ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടലും വെർട്ടിക്കലും കാണും. എന്നാലേ ബജറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. പറഞ്ഞുതരാം. സാർ ആരെ വിളിക്കാം നമുക്ക്? അർജുൻ പറഞ്ഞോടാ. ബജറ്റ് ലൈൻ ഇക്വേഷൻ എന്താ? P1x1 plus P2x2 = M. ഒന്ന് പറഞ്ഞേടാ. P1x1 plus P2x2 = M. വെരി ഗുഡ് മക്കളെ, ശ്രദ്ധിച്ചോട്ടെ. അറിയാത്തോട് ശ്രദ്ധിക്കുക. P1 ഇവിടെ 20 ആണ്. അപ്പൊ 20 x1 തന്നെ കൊടുത്താൽ മതി. 20x1 plus 10x2 = 60. ഇതാണ് ആൻസർ. ഒന്നാമത്തെ ഒരു മാർക്ക് കിട്ടി.
ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും, ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും എനർജറ്റിക്കായിട്ട് കൈവശി കാണിച്ചേ. അനന്തകൃഷ്ണൻ ക്ലിയർ, അഭിനവ് MS. ഇനി ബി ക്വസ്റ്റ്യൻ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കാണാം? ആരെ വിളിക്കാം? ആതിര പറഞ്ഞോ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ ഇക്വേഷൻ എന്താണ് ആതിര? m ഡിവൈഡഡ് ബൈ p1. എത്ര m എത്രയാ? 60 ബൈ എത്രയാ? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റോ? അപ്പൊ എന്ത് വരും? 60 ബൈ 10, 6. ശരിയല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി സി ക്വസ്റ്റ്യൻ ആരെ വിളിക്കാം? അഖിലേഷ് പറഞ്ഞോ. സി ക്വസ്റ്റ്യൻ എന്ത് കാണാനാ? അഖിലേഷ്, സി ക്വസ്റ്റ്യൻ എന്ത് കാണാനാ? സി സ്ലോപ്പ്, ചെരിവ് കാണണം. നെഗറ്റീവ് P1 ബൈ P2. അപ്പൊ എന്ത് വരും? നെഗറ്റീവ് 20 ബൈ 10. ശരിയാണോ? നെഗറ്റീവ് 2. മക്കളെ ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഇനി ഡി ആണ് ബഡ്ജറ്റ് ലൈൻ. മക്കളെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഹൊറിസോണ്ടലും വെർട്ടിക്കലും നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിലും കാണണം. ബഡ്ജറ്റ് ലൈൻ മാത്രം വരയ്ക്കാൻ പറഞ്ഞ ഓക്കെ ആണോ? കൈവശിക്കലും ഹൊറിസോണ്ടലും വെർട്ടിക്കലും കാണാതെ ബഡ്ജറ്റ് ലൈൻ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റൂല. അപ്പൊ അത് ആദ്യം വരയ്ക്കുക കേട്ടോ. മീര ഇല്ലേ സാറേ? മീര ഇല്ലേ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അപ്പൊ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനാ, അത് എക്സ് ആക്സിസ് കണ്ടോ? എക്സ് ആക്സിസ്. അവിടെ നമുക്ക് 3 വരണം. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്, അവിടെ നമുക്ക് 6 വരണം. അപ്പൊ 0, ഒരു 1, 2, 3. 3 ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1, 2, 3, 4, 5, 6. അപ്പൊ ഹൊറിസോണ്ടലിൽ നമുക്ക് 3 മാർക്ക് ചെയ്യുക, വെർട്ടിക്കൽ നമ്മൾ 6 മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. കണ്ടോ? ഇതാണ് ബഡ്ജറ്റ് ലൈൻ. സെറ്റ് ആണെങ്കിൽ ഒന്ന് ഈസി കാണിച്ചേ. ഇത് ഗുഡ് 1, ഇത് ഗുഡ് 2. മക്കളെ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഈസി കാണിച്ചേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇത് വരാൻ ചാൻസ് ഉണ്ട് 8 മാർക്കിന്റെ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തരണം കേട്ടോ. ഇങ്ങനെ സെന്റൻസ് ആക്കി തരും. സുധയുടെ കയ്യിൽ 60 രൂപയുണ്ട്, അവൾക്ക് 2 സാധനങ്ങൾ വാങ്ങണം. ആപ്പിള്, ഓറഞ്ച്. ആപ്പിളിന്റെ വില 20 രൂപയാണ്, ഓറഞ്ചിന്റെ വില 10 രൂപയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ആക്കി മാറ്റണം, എന്നിട്ട് ചെയ്യണം. കയ്യിലുള്ള വരുമാനമാണ് എന്ന്. 1ാമത്തെ സാധനത്തിന്റെ വില P1, 2ാമത്തെ സാധനത്തിന്റെ വില P2. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഈശിക്ക്, അഫ്രീൻ ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാൻ. ആർക്കും ഇല്ല. ആരാണ്? ഇവിടെ ഇക്വേഷൻ എഴുതണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. അപ്പൊ എങ്ങനെ വരും? 20x1 പ്ലസ് 10x2 ഈക്വൽ ടു 60. എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എഴുതി പഠിച്ചോളൂ, കുഴപ്പമില്ല. ഈ ക്വസ്റ്റ്യൻ, draw the new budget line. Draw the new budget line. ഇങ്ങനെ വരാം. Draw the new budget line if the income increases to ₹80. ഇൻകം മക്കളെ കൂടിയ 80 രൂപ എങ്കിൽ ന്യൂ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറയും കേട്ടോ. ചിലപ്പോൾ ഇൻകം കുറയുന്ന കേസും വരാം കേട്ടോ. അപ്പൊ ഇൻകം ഇപ്പൊ കൂടി 80 രൂപയായി. അപ്പൊ എം എത്രയായി മക്കളെ? എം എത്രയായി? എം ഇപ്പോ 60 പകരം എത്രയാ? 80. പി മാറ്റൊന്നുമില്ല. P1 20 തന്നെ, P2 ആണെങ്കിലോ 10 തന്നെ. ഓക്കെ അല്ലേ? അപ്പൊ പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് കാണണം? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കലും കാണണം. അതല്ലേ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. ഹൊറിസോണ്ടൽ കാണാൻ ഇക്വേഷൻ എന്താ? M ബൈ P1. ഇപ്പൊ എം എത്രയായി? 80 ആയില്ലേ? അപ്പൊ 80 ബൈ 20, 4, 2, 8, 4 വരും. ഇവിടെയോ? M ബൈ P2. അപ്പൊ 80 ബൈ 10, 8 വരും. അപ്പൊ ഇവിടെ 4 മാർക്ക് ചെയ്യുക, ഇവിടെ 7, 8 മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 4ലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇതാണ് പുതിയ ബഡ്ജറ്റ് ലൈൻ. പുതിയ ബഡ്ജറ്റ് ലൈൻ സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് പുതിയ ബഡ്ജറ്റ്. അപ്പൊ ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലോട്ട് പോകും, ഇൻകം കുറയാണെങ്കിലോ ബഡ്ജറ്റ് ലൈൻ താഴോട്ട് പോകും കേട്ടോ. അതൊന്ന് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ആരെ വിളിക്കാം? രോഹിത് ചോദിച്ച മോനെ.
സെയിം ഫിഗർ തന്നെ അടിയിലോട്ട് വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. രോഹിത്തെ ചോദിച്ചോ എന്താ? വേറെ ഈ സെയിം ഫിഗർ ഒരിക്കൽ കൂടി വരച്ചിട്ട് വേണം അതിൽ ഇത് വരയ്ക്കാൻ. മെയിൻ ഫിഗർ വരച്ചിട്ട് വേണം പുതിയ ഫിഗർ വരയ്ക്കാൻ കേട്ടോ. ഓക്കെ ഓക്കെ, എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് ഞാൻ വായിച്ചു നേരത്തെ. അഭിനവ് കൃഷ്ണ ചോദിച്ചോടാ. കേട്ടില്ലടാ. ചോദിച്ചോ. പി പി സിയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് കേട്ടോ. പി പി സിയുടെ സ്ലോപ്പ് എന്നത് ഇതിന്റെ സ്ലോപ്പ് ഇൻഡിഫറൻസ് കർവാണ് കേട്ടോ. ഞാൻ ചോദിച്ച മോനെ. കേട്ടില്ല. ആ ആ കേട്ടില്ല. അത് വരയ്ക്കണം. അത് വരച്ചിട്ട് വേണം ഈ പുതിയത് വരയ്ക്കണം. അപ്പോഴേ നമുക്ക് മാറ്റം അറിയുള്ളൂ. ബഡ്ജറ്റ് ലൈൻ മുകളിലോട്ട് പോയി എന്ന് അറിയണമെങ്കിൽ ഇത് വേണമല്ലോ. D1 D2 അത് ഡിമാൻഡാടാ. അത് വേറെ, ഇത് ബഡ്ജറ്റ് ലൈൻ. ഡിമാൻഡിലേക്ക് എത്തിയിട്ടില്ല നമ്മള്. ഓക്കെ ഓക്കെ. അഭിനവ് കൃഷ്ണ അല്ല അദ്വൈത് കൃഷ്ണ ചോദിച്ച മോനെ. ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇഫ് ദ ഇൻകം ഇൻക്രീസസ് ടു ₹80. എന്താ അതിന്റെ അർത്ഥം? ഇൻകം കൂടി എത്ര രൂപയായാൽ? 80 രൂപയായാൽ പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. അപ്പൊ ഇവിടെ M60 അല്ലായിരുന്നത്, ഇപ്പൊ എത്രയായി? എം ഇപ്പൊ എത്രയായി? P1നും P2നും മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ P1 20 തന്നെ, P2 10. അപ്പൊ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? ഹൊറിസോണ്ടൽ അറിയണം, വെർട്ടിക്കൽ അറിയണം. ഹൊറിസോണ്ടൽ കാണുന്ന ഇക്വേഷൻ M/P1. ഇപ്പൊ M എത്രയായി? ഇപ്പോ M എത്രയായി? അപ്പൊ 80/20 4. വെർട്ടിക്കലോ M/P2. അപ്പൊ 80/10 8 കിട്ടി. അപ്പൊ ഹൊറിസോണ്ടലിൽ 4 മാർക്ക് ചെയ്യുക, വെർട്ടിക്കൽ 8 മാർക്ക് ചെയ്യുക, എന്നിട്ട് ലൈൻ വരയ്ക്കുക. അടുത്ത സ്റ്റെഫാനോ, ക്ലിയർ ആണോടാ? ഇതുപോലെ P1ന്റെ വില കുറഞ്ഞിട്ടോ P1ന്റെ വില കൂട്ടിയിട്ടോ വരാം. അപ്പോഴും നിങ്ങൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കലും കണ്ടുപിടിച്ചിട്ട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. അപ്പൊ എന്ത് വരച്ചാലും മെയിൻ ബഡ്ജറ്റ് ലൈൻ ആദ്യം വരയ്ക്കണം കേട്ടോ, എന്നിട്ടേ അതിൽ പുതിയത് വരയ്ക്കാവൂ. ഓക്കെ ആണോ? കൈവീശിക്കുക എല്ലാവരും. സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം സാറേ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. അത് പറഞ്ഞതാണ് ഓൾറെഡി കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻകം കൂടിയാൽ അറിയാലോ മക്കളെ, ബഡ്ജറ്റ് ലൈൻ പാരലൽ ആയിട്ട് അപ്പോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇൻകം കുറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ താഴോട്ട് പോകും. അതാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് കേട്ടോ. ഇൻകം കൂടിയപ്പോ എന്താ സംഭവിച്ചത്? ബഡ്ജറ്റ് ലൈൻ റൈറ്റിലോട്ട് പോയില്ലേ? അത് ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണിച്ചതേ. ഇൻകം ഇൻക്രീസസ് ആൻഡ് പ്രൈസ് റിമെയിൻ. പ്രൈസിന് മാറ്റമില്ലാതെ ഇൻകം കൂടിയാൽ ബഡ്ജറ്റ് ലൈൻ എന്താവും? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇൻകം കുറഞ്ഞ താഴേക്കായിരിക്കും ബഡ്ജറ്റ് ലൈൻ വരിക, പുതിയത് കേട്ടോ, ഓർത്ത് വെക്കുക. അടുത്തത് ഇനി ഇതുപോലെ ഗുഡിന്റെ വരും. ഗുഡ് 1 ഇൻക്രീസ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഫിഗർ വരിക. ഗുഡ് 1 ഡിക്രീസ് ചെയ്താൽ ഇങ്ങനെ പോകും ഫിഗർ. ഗുഡ് 2 ഇൻക്രീസ് ചെയ്താൽ ഇവിടെ വരും. ഗുഡ് 2 ഡിക്രീസ് ചെയ്താൽ ഇങ്ങനെ വരും. ഒന്ന് ഓർത്ത് വെക്കുക. ഫിഗറിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഷേപ്പ് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ. കിട്ടിയോ എല്ലാവർക്കും? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനത്തെ ഫിഗറാണ് കിട്ടാം. അടുത്ത ടോപ്പിക്ക്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, 2 മാർക്കിനോ 1 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് മോണോട്ടോണിക് പ്രിഫറൻസ്. ഇതെടുക്കണതിന് മുമ്പ് ബ്രേക്ക് വേണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? 5 മിനിറ്റ് വേണോ? 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. അടുത്ത നമ്മുടെ ടോപ്പിക് ഇതാണ്, മോണോട്ടോണിക് പ്രിഫറൻസ്. മക്കളെ ഇത് അങ്ങനെ ഒരുപാട് തവണ എക്സാമിന് വന്നിട്ടില്ല, എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാം. അതായത് നമ്മൾ പ്രിഫർ ചെയ്യുക. ഇപ്പൊ 2 ബണ്ടിലുണ്ട്, നമുക്ക് മുൻപിൽ 2 ബണ്ടിലുണ്ട്. 5 4 ഉണ്ട്, 4 4 ഉണ്ട്. നമ്മൾ ഇതിൽ ഏതാ ആദ്യം പ്രിഫർ ചെയ്യുക? ഏത് ബണ്ടിൽ ആദ്യം പ്രിഫർ ചെയ്യുക? അതായത് ഇങ്ങനെ പ്രിഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 2 സാധനങ്ങളുടെ അളവ് നോക്കണം നിങ്ങൾ. അളവ് അധികം കുറയാനോ അധികം കൂടാനോ പാടില്ല. 2 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അധികം അങ്ങനെ കുറഞ്ഞു പോകാനും പാടില്ല, അധികം അങ്ങനെ കൂടിയും പോകാൻ പാടില്ല. മനസ്സിലായോ? കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഇതിൽ ഏത് ബണ്ടിൽ ആദ്യം ചൂസ് ചെയ്യാം നമ്മൾ? ഈ 2 ബണ്ടിൽ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചാൽ ഇത് ഒന്നാമത്തെ സാധനം 5 എണ്ണം, രണ്ടാമത്തെ സാധനം 4 എണ്ണം.
ഇതിൽ ഒന്നാമത്തെ സാധനം 4 എണ്ണം, രണ്ടാമത്തെ സാധനം 4 എണ്ണം. ഇതിൽ ഏതാ കൂടുതൽ സംതൃപ്തി കിട്ടുക? പറഞ്ഞേ, ആരെ വിളിക്കാം? നോയൽ എന്ന് പറഞ്ഞേടാ. ഇതിൽ ഏത് ബണ്ടിലാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യുക? നോയലെ ഏതാ? കേട്ടില്ല. 5, 4 ചൂസ് ചെയ്തിട്ടേ ഇത് ചൂസ് ചെയ്യുള്ളൂ. ശരിയാണോ? ആണോ? ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ. കാരണം 5 + 4 എത്രയാ? 9 ആണ്. 4 + 4 എത്രയാ? 8 ആണ്. നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഈ ബണ്ടിലിനല്ലേ മക്കളെ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഇതിനാ. അപ്പൊ ഇത് ചൂസ് ചെയ്തിട്ടേ ഇത് ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്കൊരു പ്രിഫറൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയാ. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചിരുന്നു. 5, 4 ചൂസ് ചെയ്തിട്ടേ 4, 4 ചൂസ് ചെയ്യില്ല. കേട്ടാ? പിന്നെ മെസ്സേ ഇനി 5, 4, 6, 9 ഇതില് 6, 3 ഇതിൽ ഏതാ ചൂസ് ചെയ്യുക ആദ്യം? ആരെ വിളിക്കാം? അക്സ. ചൂസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? 5 + 4 എത്രയാ? 9. 6 + 3 9. രണ്ടും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ ഒന്നൊന്ന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റില്ല അല്ലെ? ഒന്ന് പ്രിഫർ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് മോണോട്ടോണിക്. സോ നോൺ മോണോട്ടോണിക് കേട്ടോ. ഇറ്റ് ഈസ് നോൺ മോണോട്ടോണിക്. ക്ലിയർ ആണെന്ന് കഴിച്ച് കാണിച്ചു എല്ലാവരും? യെസ്. ഇത് മോണോട്ടോണിക് അല്ല, ഇതിന് നോൺ മോണോട്ടോണിക് എന്നാണ്. അപ്പൊ മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ബണ്ടിൽ ആദ്യം പ്രയോറിറ്റി കൊടുക്കാൻ വേണം, പ്രിഫർ ചെയ്യാൻ പറ്റണം. അതാണ് മോണോട്ടോണിക്. അപ്പൊ ഈ 2 ബണ്ടിൽ ഇതിൽ 9 ഉണ്ടായിരുന്നു, ഇതിലാകെ 8 ഉള്ളൂ. അപ്പൊ ഇത് പ്രിഫർ ചെയ്തിട്ടേ നമ്മൾ ഇത് പ്രിഫർ ചെയ്യുള്ളൂ. അതാണ് മോണോട്ടോണിക്. ഇവിടെ അങ്ങനെയല്ല, ഇത് രണ്ടും 9 ആ. അപ്പൊ നമുക്ക് ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് നോൺ മോണോട്ടോണിക്. ക്ലിയർ? കൈവിശി കാണിച്ച എനർജറ്റിക് ആയിട്ട് നോക്കട്ടെ. മിൽട്ടൺ ഓക്കെ ആണോ? മിൽട്ടൺ എന്താണ് ഒന്നും പറയാതിരിക്കുന്നേ? സുഖല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? മിൽട്ടൺ ഒരു വയറ് ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ക്ലിയർ ആയോ? മോണോട്ടോണിക് ഒക്കെ ഓക്കെ. മക്കളെ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവിശി കാണിച്ചു ഒന്നൂടെ. നിയ EMP സെറ്റ് ആണ്. ഓക്കെ. അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അദ്വൈത് കൃഷ്ണ സെറ്റ് അല്ലേ? യെസ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് മക്കളെ. ഇത് ഉറപ്പായിട്ട് വരും, 100% ഷുവർ. ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? അതിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കർവ് ജോയിനിങ് ഓൾ ദ കൺസംഷൻ ബണ്ടിൽ ബിറ്റ്വീൻ വിച്ച് ദ കൺസ്യൂമേഴ്സ് ആർ ഇൻഡിഫറൻറ്റ് ആൻഡ് ഗെറ്റ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് മക്കളെ ഒന്നുമില്ല, ഒരേ ലെവൽ ഓഫ് സംതൃപ്തി കിട്ടുന്ന ഡിഫറൻ്റായ കൺസ്യൂമറിന്റെ കൺസംഷൻ ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. ഒരു എക്സാമ്പിൾ പറയാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഞാൻ ഒരു ലഡു, കുറച്ച് ജിലേബി എടുത്ത് വെച്ചേക്കാം. കുറച്ച് ലഡു ഉണ്ട്, കുറച്ച് ജിലേബി ഉണ്ട്. ആർക്കൊക്കെ വേണം? ഹാൻഡ് റൈസ് ചെയ്ത് ആർക്കൊക്കെ വേണം? കുറച്ച് ലഡു ഉണ്ട്, കുറച്ച് ജിലേബി ഉണ്ട്. കൃഷ്ണനുണ്ണിക്ക് എത്ര ലഡു വേണം, എത്ര ജിലേബി വേണടാ? മാക്സിമം കഴിക്കാൻ പറ്റുന്ന ലഡുവിന്റെ എണ്ണം, മാക്സിമം കഴിക്കാൻ പറ്റുന്ന ജിലേബിയുടെ എണ്ണം പറയും. 5 ലഡു, 4 ജിലേബിയും പോവും. ഓക്കെ. അടുത്ത ആള് അടിയിൽ നീയ ലക്ഷ്മി. 3 ലഡു, 4 ജിലേബി. വെരി ഗുഡ്. അടുത്ത ആള് ആൽബിയ. എത്ര ജിലേബി, എത്ര ലഡു? ജിലേബി 0. അടുത്ത ആള് അമിത്തെ. എടുക്കലല്ല, 5 വെറുതെ കിട്ടണല്ലോ അല്ലേ? അടുത്ത ലഡു 5 ജിലേബി. സഫാനെ ഇത് നോക്കിയപ്പോ ലഡുക്കാരാണ് കൂടുതലല്ലേ? പക്ഷെ എനിക്ക് ജിലേബി ഇഷ്ടം. സാറിനോ? ലഡു വേണം. മക്കളെ അപ്പൊ 5 ജിലേബി 4 ലഡു കഴിക്കുമ്പോഴും ഇതാണ് ജിലേബി, ഇത് ലഡു. നമുക്ക് ഇത് ലഡു
ഇത് ജിലേബിയാണേ. അപ്പൊ ഇതില് 5 ലഡുവും 4 ജിലേബി കഴിക്കുമ്പോഴും 3 ലഡും 4 ജിലേബി കഴിക്കുമ്പോഴും 5 ലഡും 0 ജിലേബി കഴിക്കുമ്പോഴും 5 ലഡും 4 ജിലേബി കഴിക്കുമ്പോഴും 5 ലഡും 5 ജിലേബി കഴിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഒരേ സംതൃപ്തിയാണ്. മീൻസ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അവർക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് അതല്ലേ? അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയ കൺസ്യൂമറിന് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്, IC കർവ്. ക്ലിയർ ആയോ? ഇവിടെ ആയിരിക്കും ചിലപ്പോൾ നന്ദികൃഷ്ണനുണ്ണി നിൽക്കുന്നുണ്ടാവുക, ഇവിടെ ആയിരിക്കും നമ്മുടെ ആരാണ് ആൽബിയ നിൽക്കുന്നുണ്ടാവുക, ഇവിടെ ആയിരിക്കും അമിത്. കണ്ടോ? അതായത് അവരുടെ ആ ഒരു കൺസംഷൻ ബണ്ടിലാണ്, പക്ഷെ ഇവർക്കെല്ലാം ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ്. മനസ്സിലായോ? അത് ഉദ്ദേശിക്കണേ. അപ്പോൾ ഡിഫറെന്റ് ആയ കൺസ്യൂമറിന് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് IC കർവ്. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഷേപ്പിലായിരിക്കും, കോൺവെക്സ് ഷേപ്പ് ആണ്. അപ്പൊ ഇറ്റ് ഇസ് എ കർവ് ജോയിനിങ് ഓൾ ദ ബണ്ടിൽ വിച്ച് ദ കൺസ്യൂമേഴ്സ് ആർ ഇൻഡിഫറെന്റ് ആൻഡ് ഗെറ്റ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. കണ്ടോ? ഒരേ സംതൃപ്തി കിട്ടുന്ന പല കൺസ്യൂമറുകളുടെ കൺസംഷൻ ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് IC കർവ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഈസി കാണിച്ച എല്ലാവരും. സെറ്റ് ആണെങ്കിൽ ഈസി കാണിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഡിഫറെന്റ് ആയ ഉപഭോക്താക്കൾക്ക് അഭിനയമസ് എന്ന് തിന്നോണ്ടിരിക്കണേ. ഡിഫറെന്റ് ആയ കൺസ്യൂമറിന് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കൺസംഷൻ ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. എന്താണ് അഭിനയമസേ? ചോറും മീൻകറിയും കൂടി കഴിക്കാനല്ലേ? ചോറും മീൻകറിയും, സാമ്പാർ. ലഡും ജിലേബി വേണോ? ലഡും ജിലേബി വേണോ? ചോറിന്റെ കൂടെ പറ്റൂല അല്ലേ? ചോറിന്റെ കൂടെ പറ്റൂലല്ലോ, അല്ലെങ്കിൽ കഴിക്കൂല, ഇഷ്ടമല്ല. മധുരം, ഷുഗർ കട്ടാണ്, അതാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പോ ഡിഫറെന്റ് ആയ കൺസ്യൂമറിന് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ബണ്ടിലുകളിൽ നമുക്ക് ജോയിൻ ചെയ്ത് വെക്കുന്ന കർവാണ് ചോദിക്കാറുണ്ട് എക്സാം. കേട്ടോ? ക്ലിയർ അല്ലേ? ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ചേ. സാർ ഇവർ എന്താ എഴുതിക്കൊണ്ടിരിക്കണേ? ജുവിനെ എന്താ എഴുതിക്കൊണ്ടിരിക്കണേ മോനെ? എന്താ നോട്ട് ചെയ്തു? വേറെ ആളെ എഴുതിക്കൊണ്ടിരിക്കണേ? കാണിച്ചേ. ഓക്കെ, ശിവനന്ദൻ എന്താ ഡൗട്ട് ചോദിച്ചോടാ? ശിവൻ എന്താ ചോദിച്ച? ഡൗട്ട് ഉണ്ടോ? ഓ, ലഡു ജിലേബി വാങ്ങാൻ വന്നാണോ? അടുത്ത ടോപ്പിക് സാറേ. ഇനി നമുക്കൊരു ഇൻഡിഫറൻസ് കർവ് തന്നെ 3 പോയിന്റ്. നമ്മൾ PPCയുടെ 3 പോയിന്റ് പഠിച്ചില്ലടാ? PPCയുടെ 3 പോയിന്റ് പഠിച്ചില്ല, ഓർമ്മയില്ലേ? PPCയിൽ നമ്മൾ ഒരു 3 പോയിന്റ് പഠിച്ചില്ലായിരുന്നോ? അത് ഇങ്ങനെ തരുമ്പോഴാണ് കേട്ടോ. ഇത് ഇങ്ങനെയാ കേട്ടോ, രണ്ടും മാറിപ്പോവരുത്. ഇത് PPCയിലെ 3 പോയിന്റ്, ഇത് ഇൻഡിഫറൻസ് കർവിലെ 3 പോയിന്റ് കേട്ടോ. ഉള്ളിലുള്ള പോയിന്റ് എന്താ? ഇൻഫീരിയർ ബണ്ടിൽ പറയാം, തരം താഴ്ന്ന സാധനങ്ങളാണിത്. ഇവിടെ ഉള്ളത് പോയിന്റോ? ഇൻഡിഫറൻറ്റ് ബണ്ടിൽ. ഇപ്പുറത്ത് പ്രിഫേർഡ് ബണ്ടിൽ ഓർ സുപ്പീരിയർ ബണ്ടിൽ എന്ന് പറയാറുണ്ട്. ഇതിനെ സുപ്പീരിയർ ബണ്ടിൽ എന്ന് പറയാറുണ്ട്, സുപ്പീരിയർ ബണ്ടിൽ കേട്ടോ. ഓർത്ത് വെക്കണേ. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്നിട്ട് 3 പോയിന്റ് മാർക്ക് ചെയ്യാൻ പറയും. അപ്പൊ 3 പോയിന്റ് ഏതൊക്കെയാണ്? ഇൻഡിഫറൻസ് കർവിന്റെ ഉള്ളിലുള്ള പോയിന്റ് ഏതാ? ഉള്ളിലുള്ള പറഞ്ഞാൽ അടിയിലുള്ള പോയിന്റ്. അടിയിലുള്ള പോയിന്റ് ഏതാ? ഇൻഫീരിയർ, തരം താഴ്ന്ന സാധനങ്ങളാണ്, തരം താഴ്ന്ന ഗുഡ്സ് കേട്ടോ, തരം താഴ്ന്ന ബണ്ടിൽ. ഇനി ഇൻഡിഫറൻസ് കർവിലുള്ള പോയിന്റ് ഏതാ? പ്രിഫേർഡ് ബണ്ടിൽ ഓർ സുപ്പീരിയർ ബണ്ടിൽ. പുറത്തുള്ള പോയിന്റ് ഏതാ? പുറത്തുള്ള പോയിന്റ് പ്രിഫേർഡ് ബണ്ടിൽ ഓർ സുപ്പീരിയർ ബണ്ടിൽ. ഇൻഡിഫറൻസ് കർവിലുള്ള പോയിന്റ് ഇൻഡിഫറൻറ്റ് ബണ്ടിൽ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ഇല്ല, എല്ലാവർക്കും സെറ്റാണ്. സുപ്പീരിയർ, പ്രിഫേർഡിന്റെ വേറൊരു പേരാണ് സുപ്പീരിയർ കേട്ടോ. ഈ ഇൻഫീരിയർ തന്നെയാണ് ഗിഫൺ ഗുഡ് കേട്ടോ. ഗിഫൺ എന്ന് ഓർത്തിട്ട് GIFFEN. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കഴിച്ച് കാണിച്ചേ. അടുത്ത് നമ്മൾ ഐസോകോണ്ട് പറഞ്ഞ പോലെ, ഐസോകോണ്ട് മാപ്പ് പറഞ്ഞ പോലെ ഇൻഡിഫറൻസ് മാപ്പ്. സാറ് കാണിച്ചു ഇൻഡിഫറൻസ് മാപ്പ്. എന്താ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവ് ഒരുമിച്ച് വരയ്ക്കില്ലേ? IC1, IC2, IC3 കണ്ടോ? അങ്ങനെ ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകൾ നമ്മൾ ഒരുമിച്ച് വരച്ചാൽ കിട്ടുന്നതാണ് ഇൻഡിഫറൻസ് മാപ്പ്.
ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ ഇസ് എ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവ് ഒരുമിച്ച് വരച്ചാൽ കിട്ടുന്നതാണ് ഇൻഡിഫറൻസ് മാപ്പ്. IC1 IC2 IC3 വരയ്ക്കാം. എല്ലാവർക്കും ക്ലിയർ ആയോ? പവൻ ക്ലിയർ ആയോ മോനെ? ഇൻഡിഫറൻസ് മാപ്പ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഐസോകോണ്ട് ഇത് തന്നെയാണ് കേട്ടോ. ഐസോകോണ്ട് മാപ്പ് ഇങ്ങനെ തന്നെ വരച്ചാൽ മതി. പക്ഷെ ICക്ക് പകരം എന്ത് കൊടുക്കുക? Q കൊടുക്കുക. Q1 Q2 Q3 കേട്ടോ. അങ്ങനെ കൊടുത്താൽ അത് ഐസോകോണ്ട് മാപ്പ്. ഇങ്ങനെ കൊടുത്താൽ IC1 IC2 IC3 കൊടുത്താലോ ഇൻഡിഫറൻസ് മാപ്പ്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇൻഡിഫറൻസ് മാപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ആണ് അഭിനവമസേ എന്താണ് നിനക്ക് അറിഞ്ഞിട്ട് ആകെ അറിഞ്ഞിരിക്കാൻ വിളിച്ചേ മെസ്സിനെ. അപ്പൊ ഇൻഡിഫറൻസ് മാപ്പ് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. മക്കളപ്പൊ എല്ലാവർക്കും ഇൻഡിഫറൻസ് മാപ്പ് ക്ലിയർ ആയോ? സെറ്റ് ആണോ? ഒന്ന് ഉഷാറായിട്ടിരിക്കും എല്ലാവരും. നോയൽ ഒന്ന് ഉഷാറായിട്ടിരിക്കട്ടെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞിരുന്നേ. അഭിമന്യു എന്ന് പറഞ്ഞിരിക്കും. അപർണ നിവർന്നിരിക്കൂ. അടുത്ത ടോപ്പിക് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ. സിമ്പിൾ ആണ്. ഇൻഡിഫറൻസ് കർവ് നോക്കി പറയാലോ. അത് ഏത് ഷേപ്പിലാ? കോൺവെക്സ് ഷേപ്പിലാണ്. ഇൻഡിഫറൻസ് കർവ് ഏത് ഷേപ്പിലാണ്? കോൺവെക്സ് ഷേപ്പിലാണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് ഉറപ്പാണ് കേട്ടോ മക്കളെ. ഷുവർ ക്വസ്റ്റ്യൻ, 100% ഷുവർ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എഴുതാൻ പറയും. ഫീച്ചേഴ്സ് ചോദിച്ചാൽ സെയിം തന്നെയാണ്. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടി ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. അത് ഏത് ഷേപ്പിലാ? കോൺവെക്സ് ഷേപ്പിലാണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ചരിഞ്ഞിറങ്ങുന്നു. ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒരിക്കലും പരസ്പരം തമ്മിൽ കൂട്ടിമുട്ടുകയില്ല. നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതുപോലെ മുകളിൽ നിൽക്കുന്ന ഹയർ ഇൻഡിഫറൻസ് കർവ് ഹാവ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. മുകളിൽ നിൽക്കുന്ന ഇൻഡിഫറൻസ് കർവിനായിരിക്കും ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? യെസ് ആരത്? അഷിക്ക് ചോദിച്ച മോനെ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ആഷിക്ക്. ആ ഡയഗ്രാം ഓരോന്നിനും വേണ്ട, ഒരൊറ്റ ഡയഗ്രാം വേണേ വരച്ചിട്ടോ. ഡയഗ്രാം വരച്ച വേഗത്തിൽ നമുക്ക് ആ പ്രോപ്പർട്ടി എഴുതാൻ പറ്റും. ഡയഗ്രാം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പ്രോപ്പർട്ടി ചോദിച്ചാൽ പോയിന്റ് മാത്രം എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, 4 മാർക്കിനൊക്കെ വരാറുണ്ട് 4 പോയിന്റ് എഴുതാൻ കേട്ടോ. ചിലപ്പോ 8 മാർക്കിന്റെ എസ്സേയില് ഒരു സെപ്പറേറ്റ് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ അടിയിൽ അണ്ടറിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പിന്നെ MSA മാർക്ക് വെച്ചോടെ വർത്താനം. എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലെ? സംശയമൊന്നും ഇല്ലല്ലോ. എങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRS. എന്താണ് MRS? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വൺ ഗുഡ് that a consumer is willing to sacrifice to gain an additional amount of another good. അതായത് ഒരു ഗുഡ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കാൻ, മീൻസ് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വില്ലിങ് ആകാൻ, വാങ്ങാനായിട്ട് വില്ലിങ് ആകാൻ കേട്ടോ. വൺ ഗുഡ് ദാറ്റ് എ കൺസ്യൂമർ ഇസ് വില്ലിങ് ടു സാക്രിഫൈസ് ടു ഗെയിൻ ആൻ അഡീഷണൽ എമൗണ്ട് ഓഫ് അനദർ. ഒരു ഗുഡ് നമുക്ക് എക്സ്ട്രാ വാങ്ങാൻ മറ്റൊരു ഗുഡ് നമ്മൾ എത്രത്തോളം വേണ്ടാന്ന് വെക്കുന്നു. ഒരു ഗുഡ് കൂടുതൽ വാങ്ങാൻ മറ്റൊരു ഗുഡ് എത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, അതിന്റെ അളവിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. നിക്കേഷ് ഇതാണ് Δy/Δx. ഒരെണ്ണം ഇതാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്. സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഗെയിൻ വന്നതിന്റെ ഡിഫറൻസ് കേട്ടോ. Δy/Δx എന്നോ Δx/Δy അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ എന്താ? ഒരു ഗുഡ് നമുക്ക് കൂടുതൽ വാങ്ങാനായിട്ട് വേറൊരു ഗുഡ് നമ്മൾ എത്രത്തോളമാണോ വേണ്ടാന്ന് വെക്കുന്നത്, അതിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ്. നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പഠിച്ചിട്ട് അത് തന്നെ സാധനം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സെയിം തന്നെ കേട്ടോ. രോഹിത് അത് തന്നെയാണ് ചോദിക്കാൻ വന്നേ? കേട്ടില്ല? അതന്നെ മോസി തന്നെയാണ് ഞാൻ ഈ പറയുന്ന. അപ്പൊ നീ ചോദിക്കാൻ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ആ ശരി. ഓക്കെ ഓക്കെ യെസ്. ഇനി നമ്മുടെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 100% ഉറപ്പ്, 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നാളെ എടുത്താൽ മതിയോ? എന്ത് വേണം? നാളെ മോർണിംഗിൽ കയറും നിങ്ങളെല്ലാവരും? കയറണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരും കേട്ടോ. ഉറപ്പായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കണ്ടേ സാറ് രാവിലെ? ഡിമാൻഡ് കിടക്കുന്നുണ്ട്. ഡിമാൻഡ് കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരാൻ പോണേ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് 8 മാർക്കിന്റെ ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. 8 മാർക്കിന് ഉറപ്പായിട്ടും വരുന്ന ഡയഗ്രം കാണിച്ചു തരാം.
അടുത്ത കാണിച്ചു സാറേ കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം. കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, 8 മാർക്കിന് ഷുവർ ആണ്. അത് കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം എന്ന് മാത്രമല്ല ചോദിക്കുക, അതിന് പകരം ചിലപ്പോൾ എന്ത് ചോദിക്കാം, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ, അങ്ങനെയും ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും ഇത് തന്നെയാണ് നിങ്ങൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കേട്ടോ. അതായത് ബഡ്ജറ്റ് ലൈനും കാണിച്ചു തരാം, ഫിഗർ കാണിച്ചു തരാം. ഫിഗർ എങ്ങനെ വരയ്ക്കാന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വരയ്ക്കാം, എക്സ് ആക്സിസ് വൈ ആക്സിസ്. കണ്ടോ, വരയ്ക്കണം ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം, ഒരു സ്കെയിൽ വെച്ചൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. വരച്ചോ, വരയ്ക്കാൻ മനസ്സിലായോ? കൈവിശിക്ക് വരച്ചു. ഈ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കണം? ഇതിങ്ങനെ വരണം, ഇതിങ്ങനെ വരണം, ഇങ്ങനെ വരണം. കണ്ട എന്ത് വൃത്തിയാ നോക്കി. ഇത് IC1, ഇത് IC2, ഇത് IC3. ഇതാണ് E എന്ന് പറഞ്ഞാൽ ഈക്വിലിബ്രിയം. ഇത് ഗുഡ് 1, ഇത് ഗുഡ് 2. ഇത് AB എന്ന് പറയുന്ന എന്താ സാധനം? AB എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ ആണ്. ഇതൊക്കെ എഴുതാൻ പറയും ചിലപ്പോൾ, AB എന്താന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫിഗറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. ഫിഗർ വരച്ച് ഒന്നുകൂടെ വരച്ച് കാണിക്കാം. സഫാൻ ഡൗട്ടാണോടാ? ചോദിച്ചു. ആ, തെറ്റാണെന്ന്. എടാ IC1 അടിയിലല്ലേ വരയ്ക്കണ്ടേ? എനിക്ക് തോന്നിയ പോലെ മാറ്റാൻ പറ്റുമോ? നീ അതാ ആൽഫ്രഡ് മാർഷലാ? അത് തെറ്റാണ്. നിന്റെ കണ്ണിന്റെ പ്രശ്നമാണ്, നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണം. നീ ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ല, അതാണ്. അല്ല, തെറ്റാക്കി. ടീച്ചർ നന്നായി പഠിപ്പിച്ചിട്ടുണ്ടാവും, നീ ശ്രദ്ധിക്കണ്ട. ഇതെന്ത് കഷ്ടമായി പോയല്ലോ. എടാ ഇത് IC1, അടിയിൽ നിൽക്കുന്ന IC1, മുകളിൽ നിൽക്കുന്നതാണ് IC3 അല്ലേ മക്കൾ? അങ്ങനെയല്ലേ പഠിപ്പിച്ചേക്കണേ കൈശിക്ക്? അങ്ങനെ തന്നെ നിന്നെ മാത്രം എന്നാണ് അങ്ങനെ പഠിപ്പിച്ചത്. നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, എനിക്കറിയാം നീ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. ചിരിക്കണം. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല സാറിന്റെ അടുത്തുനിന്ന്. ആണോ സഫാനെ? മനസ്സിലായോ നിനക്ക്? സഫാൻ പോയി മ്യൂട്ടി. അപ്പൊ ഇതാണ് എന്ത്? 1 2 3. എങ്ങനെ പോണം? 1 2 3. അല്ലാണ്ട് 1 2 3 എന്ന് വരരുത് കേട്ടോ. അടിയിൽ നിന്ന് 1 2 3 പോണം. അടിയിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി വരണ്ട, കയറി പോകണം കേട്ടോ. ഓക്കെ, സെറ്റ്. മകളെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഫിഗർ ഓക്കെ അല്ലേ? ഫിഗർ വരയ്ക്കാൻ പഠിച്ചോ? 8 മാർക്കിന് ചോദിച്ചാൽ ഫിഗർ ഉറപ്പായിട്ടും വരച്ച് വെക്കുക. എക്സ്പ്ലെയിൻ ചെയ്യുക എന്തുകൊണ്ടാണ് ഈ 2 പോയിന്റുകൾ ബഡ്ജറ്റ് ലൈൻ ഈക്വിലിബ്രിയം ആകാത്തതെന്ന് ചിലപ്പോൾ ചോദിക്കുക, അത് പറഞ്ഞുതരാം. അപ്പൊ എന്താണ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം ഈസ് ദാറ്റ് പോയിന്റ് അറ്റ് വിച്ച് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ്. ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ്. എന്താ അതിന്റെ അർത്ഥം? ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഈക്വിലിബ്രിയം. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. യെസ്, ഹിയർ ഗെറ്റ്സ് മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അവിടെ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ക്ലിയർ ആണോ? കൈവീശിക്കുക എല്ലാവരും. യെസ്, അദ്വൈത് കൃഷ്ണയുടെ സാറേ. റിയ അദ്വൈത് കൃഷ്ണ ക്ലിയർ ആയോ മോനെ? വരയ്ക്കാൻ മനസ്സിലായോ ഫിഗർ? തെറ്റാണോ? അറിയാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇതുവരെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നാളെ മോർണിംഗിലേക്ക് ബാക്കി ഡിമാൻഡിന്റെ ടോപ്പിക് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ എനിക്ക് ഇതുവരെയുള്ള ടോപ്പിക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. ബാക്കിയുള്ളവർ പോയി നന്നായി പഠിക്കുക. 80 മാർക്ക് വാങ്ങാൻ വേണ്ടി നന്നായി പഠിക്കുക കേട്ടോ. ഫുൾ മാർക്ക് വേണം കേട്ടോ എല്ലാവരും.